ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും ഞങ്ങൾ നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ തിരുസന്നിലേക്ക് അടുത്തു വരുവാൻ തന്ന കൃപയ്ക്കായി കോടാനുകൂടി സ്തോത്രം കർത്താവേ. അപ്പച്ചാ, കേരളത്തിൽ കർത്താവേ അപ്പാ മഴയുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. അപ്പാ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഓരോ ദിവസവും തരുന്ന സാഹചര്യങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ അധികാരവും ശക്തിയുള്ള നാമത്തിൽ ഇന്ന് രാത്രി കാലത്തെ പ്രയർ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത്തെ പ്രയർ ഏറ്റവും അനുഗ്രഹമായി തീരണമേ കർത്താവേ. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തരണം. നെറ്റിന്റെ യാതൊരു ഇഷ്യൂ ഉണ്ടാകാതെ വണ്ണം ആദ്യോടെന്തോ എൻ്റെ അപ്പച്ചൻ നിയന്ത്രിച്ചുകൊള്ളുമാറാകണം കർത്താവേ. സ്തോത്രം, സ്തോത്രം. കയറുന്ന എല്ലാ കുടുംബങ്ങൾക്കും മീറ്റിംഗ് ഒരു അനുഗ്രഹമായി മാറണമേ കർത്താവേ. ഞങ്ങൾ വെറുതെ വന്ന് വെറുതെ പോകുവാൻ ഇടയാക്കല്ലേ. ഞങ്ങളുടെ ആരാധനകൾ ഒരു ജൽപ്പനമായി തീരല്ലേ കർത്താവേ. അപ്പൊ ആരാധന ഒരു ചടങ്ങായി തീരല്ലേ കർത്താവേ. ആരാധന ഒരു അനുഭവമായി തീരുവാ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇടപെടുമാറാകണം. പാടുന്ന കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലത്തെ ആരാധന കർത്താവേ അപ്പച്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടുവാന് കർത്താവ് നിന്റെ പൈതലിനെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് രാത്രികാല സാധാരണ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് നിറയ്ക്കണമേ കർത്താവേ. അവിടുന്ന് ഇറങ്ങണമേ കർത്താവേ. അപ്പച്ച ആദിമ നൂറ്റാണ്ടി വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ ഉലാവണമേ കർത്താവേ. അപ്പാ സ്തോത്രം. പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യാം അപ്പച്ച. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളെ തന്നെ സമ്പൂർണമായിട്ട് ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വാക്കുകൊണ്ട്, ഞങ്ങളുടെ നോട്ടം കൊണ്ട്, ഞങ്ങളുടെ ചിന്ത കൊണ്ട്, ഞങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ വന്നുപോയ സകല കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. അപ്പാ ഞങ്ങളെ തന്നെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെല്ലാവരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർമ്മേൽ പ്രയർ ഫെലോഷിപ്പിലുള്ള സകല കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ, അവർക്കുള്ള ചെറുതും വലുതുമായ സകലത്തെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപിടത്തിലിരിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. അങ്ങയുടെ കൃപ കൊണ്ട് മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണം. ആദ്യോടന്തം കർത്താവേ ചന്തോചിതമായി സകലം ചെയ്യണം. പാടുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരെ, സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുന്ന നിന്റെ മകനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പാ വചനവുമായി നിൽക്കുന്ന ഞങ്ങളുടെ അഭിഷക്തനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അമേരിക്കയുടെ മണ്ണിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ ഭരിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ ജോലി മണ്ഡലങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണ വഴിയും വാതിലും നിന്റെ മകന്റെ മുമ്പിൽ തുറന്നു കൊടുക്കണമേ കർത്താവേ. അപ്പാ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി ഏൽപ്പിച്ച് കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ചു നിന്റെ മകന്റെ ശുശ്രൂഷ ലോകമെമ്പാടും അറിയപ്പെടുന്ന നിലവാരത്തിൽ സ്വർഗത്തിലെ അപ്പൻ നിന്റെ മകനെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അപ്പന്റെ പാദപിടത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി കയറുന്ന എല്ലാ കുടുംബങ്ങളോടും പ്രിയമകനെ കൂടെ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാൻ കർത്താവെ നീറുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ അപ്പച്ച മറുപടിയുടെ രാത്രിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അടിയനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അപ്പായും മാധ്യമം ലീഡ് ചെയ്യുന്ന വൈതലിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. എൻ്റെ മകൻ വെറുതെ ഇരുന്ന് വെറുതെ പോകുവാനല്ല അപ്പച്ച, അങ്ങയ്ക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ വരുന്ന ആളുകളിൽ കർത്താവെ, അവനെ ആക്കുന്ന രാജ്യങ്ങളിൽ കർത്താവെ, അവൻ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മകനായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. മാതാപിതാക്കന്മാരെ, സഹോദരനെ എല്ലാം മുദ്രയിട്ട് അനുഗ്രഹിച്ച് അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നടി എൻ്റെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ കുറവാട് നന്മയ്ക്കോ അനുഗ്രഹത്തിനോ ഇന്നത്തെ ആരാധനയ്ക്കോ തടസ്സമായി തീരല്ലേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ സിസ്റ്റർ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാവിന് ബലവും ശക്തിയും കൊടുക്കട്ടെ. ദൈവത്തിന്റെ തീ ആ നാവിന്മേലിരിക്കട്ടെ. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളെ ഗാന ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ക്ഷണിക്കുന്നു. പാടിയാലും കേൾക്കാമോ സിസ്റ്റർ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആ
മോളെ പിന്നെ പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ എബിപ്പാസ്റ്ററുടെ മകളാ ഇന്നത്തെ ഗാന ശുശ്രൂഷ. പ്രിയ പൈതലിന് എനിക്കറിയാം. വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവം. ഞാൻ എബിപ്പാസ്റ്ററുടെ മോള് ഗ്ലാഡിസ് ആണ്. നമ്മൾ വർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 56:3-4. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴ്ത്തും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? എനിക്ക് ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ വായിക്കാം. Psalms 56:3-4. When I'm afraid, I will put my trust and faith in you. In God, whose word I praise. In God I have put my trust. I shall not fear. What can mere man do to me? അപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാ, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. ആ ഒരു പാട്ടില് നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നമ്മളുടെ ഒരു ആശ്രയം വെക്കണം. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ പോയാലും ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മളെ സഹായിക്കാൻ, നമ്മളെ ഗൈഡ് ചെയ്യാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മളിപ്പോ ഈ പാട്ട് പാടുന്ന സമയത്ത് അതൊക്കെ ഓർത്ത് ദൈവത്തിൽ ആശ്രയം വെച്ച് വേണം നമ്മൾ ഈ പാട്ട് പാടാൻ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹോവ എന്നവൻ ദൈവം, തലമുറ തലമുറയായി. യാഹോവയുടെ സങ്കേതം, തലമുറ തലമുറയായി. നീ ഭയങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ ഭയങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെയുന്നതനും. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെയുന്നതനും. യാഹോവൻ ദൈവം, തലമുറ തലമുറയായി. യാഹോവയുടെ സങ്കേതം, തലമുറ തലമുറയായി. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ ഇസ്രായേലിൻ പരിപാലകൻ താൻ. അടുത്ത പാട്ട് ഞാൻ പാടാൻ പോകുന്നത് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. ഇത് നമ്മള് ക്രിസ്ത്യൻസ് നമ്മള് പെന്തക്കോസ്തായാലും നമ്മളുടെ ഏത് ജീവിത സാഹചര്യത്തിലും നമ്മുടെ കരം പിടിച്ച് നടത്തുന്നൊരു
കർത്താവാണ് ഏത് വേളയിലും, സന്തോഷവേളയിലും സന്താപവേളയിലും എന്നെ കൈവിടാതെ നടത്തുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പം ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ പതറുകയില്ല, കാരണം ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടെ. ഹല്ലേലൂയ, സ്തോത്രം. പാലങ്കരത്തിൽ പിരിച്ചെന്നെ നടത്തിയിടും ദിനം. പാലങ്കരത്തിൽ പിരിച്ചെന്നെ നടത്തിയിടും ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തം കാത്തിടും, എൻ പ്രിയൻ ഓറ്റിടും, നാഥൻ പാടത്തിടും മദ്യം വരെ. എൻ കാന്തം കാത്തിടും, എൻ പ്രിയൻ ഓറ്റിടും, നാഥൻ പാടത്തിടും മദ്യം വരെ. മുൻപിൽ ചെങ്കടലാത്തിരച്ചാലെതിരായി, പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ. മുൻപിൽ ചെങ്കടലാത്തിരച്ചാലെതിരായി, പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ. എന്നോട് കൂടെയും ഭക്തിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും ഭക്തിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. ഘർഷിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ,
ദാനിയേലിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ. ദാനിയേലിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, നാഥൻ നടത്തിടും അന്ത്യം വരെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും മദ്യം വരെ. ആമേൻ. സ്തോത്രം. പ്രിയ മകളെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായി തീരാൻ ദൈവത്തോട് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇനി സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നത് ജോൺസൺ ഭായി അല്ലേ? സങ്കീർത്തനം പ്രബോധിപ്പിക്കാം. ജോൺസൺ ബ്രദറാ ഇന്ന് സങ്കീർത്തനം. ജോൺസൺ ബ്രദറിനോട് സങ്കീർത്തനം പ്രബോധിപ്പിക്കാം. 41, 42. 43 സങ്കീർത്തനം. കയറിയില്ല ജോൺസൺ ബ്രദർ. മ്യൂട്ട് ഉണ്ടാക്കേ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനം വായിക്കുന്നു. 43 സങ്കീർത്തനം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. വൃത്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ശരണമായ ദൈവമല്ലോ. നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നുണ്ട്. ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമുണ്ട്. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തെങ്കിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് ചെല്ലും. ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എന്റെ ആത്മാവെ, നീ ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖ പ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സങ്കീർത്തന വേദഭാഗമാണ് നമുക്കിവിടെ കാണാനായിട്ട്, വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്.
മൂന്നാം സങ്കീർത്തനത്തിന് മുമ്പുള്ള 42ഉം 43 സങ്കീർത്തനത്തിന് ശേഷം 44 സങ്കീർത്തനവും കോരപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന് തന്നെയാണ് തലക്കെട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തന വേദഭാഗം ആരുടെ സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും 42ാം സങ്കീർത്തനത്തിന്റെ തുടർമാനമായിട്ടാണ് എഴുതിയിരിക്കുന്നെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം ഈ 43ാം അധ്യായത്തിലും വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്നാൽ വേറെ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തിയട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് തുടങ്ങി 3 വരെ അതൊരു പ്രാർത്ഥന, സങ്കീർത്തനക്കാരൻ ഒരു പ്രാർത്ഥന, അതായത് ഏകദേശം ഒരു 8 കാര്യങ്ങൾ ഇതിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 1-ാമത്തേതായിട്ട് പറയുന്നത് എനിക്ക് ന്യായം പാലിച്ചു തരണമേ. രണ്ടാമതായിട്ട് പറയുന്നത് എനിക്ക് വേണ്ടി വാദിക്കണം. ന്യായം പാലിച്ചു തരുമ്പം അതിനൊരു അഡ്വക്കേറ്റ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ന്യായത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ദൈവം എനിക്ക് വേണ്ടി വാദിക്കണം എന്ന അതിനൊരു ധ്വനിയുണ്ട്. അപ്പോൾ തന്നെ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ദൈവമല്ലാത്തവരുമായുള്ള വ്യവഹാരത്തിൽ തന്റെ ന്യായം വാദിക്കുവാൻ ഈ അപേക്ഷകളെ കൂടി ദൈവത്തോട് സങ്കീർത്തനക്കാരൻ യാചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 3-ാമതായിട്ട് വഞ്ചകന്മാരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, അനീതിയുള്ളവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, നിന്റെ പ്രകാശം എനിക്ക് അയക്കണമേ, നിന്റെ സത്യത്തെ അയക്കണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. സത്യവും പ്രകാശവും അത് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്ന ഒരു ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണെന്ന് നമുക്കറിയാമല്ലോ. അതെന്തെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ തന്നെ അടുത്തായിട്ട് അവ എന്നെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും നിന്റെ വിശുദ്ധ തിരുനിവാസത്തിലേക്കും എന്നെ എത്തിക്കുമാറാകട്ടെ. ഈ സങ്കീർത്തന വേദഭാഗം പൗരപുത്രന്മാരുടെ സങ്കീർത്തനമാണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും ഇത് ശരിക്കും വായിച്ചു കഴിയും എനിക്ക് ദാവീദിനെയാണ് ഓർമ്മ വരുന്നത്. കാരണം ദാവീദിന്റെ ജീവിത പശ്ചാത്തലവുമായിട്ട് ഇതിന് നല്ല ബന്ധം. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാനൊന്ന് ഉള്ളുകൊണ്ട് ഭയപ്പെട്ടു. കാരണം എന്റെ സാഹചര്യം എന്റെ പോലെയൊക്കെ തന്നെയാണ്. കാരണം ഞാൻ ഭക്തികെട്ട ജനത്തിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് അത് ന്യായം പാലിച്ചു കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് വ്യവഹാരം നൽകി തരണം. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ചില പ്രയാസ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. നാം ഓരോരുത്തരും കടന്നുപോയിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ മനഃപൂർവ്വമായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ചില സാഹചര്യത്തിൽ നമ്മളൊരു തെറ്റുകാരനായി എല്ലാവരുടെ മുമ്പിൽ നിൽക്കുകയും ഒരു കുറ്റക്കാരനായി എല്ലാവരുടെ മുമ്പിൽ നിൽക്കുകയും ഒരു കോടതിയിൽ ചെന്ന് കുറ്റവാളി നിൽക്കുന്ന പോലെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നു കൂടായികയില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മളും പറയും, ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. കാരണം നമ്മുടെ എതിർപക്ഷത്തായിട്ട് നിൽക്കുന്നവരുടെ ഭാഗത്ത് അവരുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ അവർക്ക് ന്യായം ഉണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തും ന്യായം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ, അല്ലെങ്കിൽ കുറവുള്ളവനെ പോലെ, ബലഹീനനെ പോലെ, അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പോലെ നമ്മളായി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അവിടെയൊക്കെ ഇവിടെ ദാവീദ് അതിനെ പ്രതികരിക്കുകയല്ല ചെയ്ത്, അതിനോട് യുദ്ധം ചെയ്യുകയല്ല ചെയ്ത്. ഈ സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമായി കണക്കാക്കുകയാണെങ്കിൽ ദാവീദ് അതിനോട് പ്രതികരിക്കുകയല്ല ചെയ്തത്. ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആ ദൈവം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. കാരണം ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവം എനിക്ക് ന്യായം പാലിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നത് എത്ര പേർക്ക് അത് മനസ്സിലാവുന്നതെന്ന് അറിയുന്നില്ല. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ തെറ്റാണ് ചെയ്തത് എന്ന് വരുന്ന രീതിയിൽ നമ്മളെ കുറ്റക്കാരനാക്കി നമ്മളെ തള്ളിക്കളയുന്ന, മാറ്റി നിർത്തുന്ന, നമ്മളായി തീരേണ്ട ആ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഭ്രഷ്ടരാക്കുന്ന, തള്ളിക്കളയുന്ന സാഹചര്യം വന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ വാവിട്ട് കരഞ്ഞു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും, ഒറ്റയ്ക്കിരുന്ന് നിലവിളിക്കും. എന്താ ദൈവം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? വഞ്ചനയും അനീതിയുള്ള മനുഷ്യനിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കാരണം അവര് വഞ്ചിച്ചിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ അവരുടെ പക്ഷം കേൾക്കുന്ന പലരും പറയും അവരുടെ ഭാഗത്താ ശരിയെന്ന് പറയും. ഞാനതിന് പശ്ചാത്തലമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സമയം അല്പം പോകുമെന്ന് അറിയത്തില്ല, ഞാൻ ഷോർട്ടായിട്ട് വേഗത്തിൽ പറയാം. ദാവീദ് അബ്ശാലോമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അബ്ശാലോം ശരിക്കും ഒരു രാജാവാകുവാൻ തക്കോണം യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു. ദാവീദിന്റെ മകനായിരുന്നു.
അവന്റെ മുടി പോലും അവന്റെ ശരീരം പോലും ഒരു രാജാവാകാനുള്ള യോഗ്യതയോടെ അതിനുള്ള പ്രാപ്തിയും പക്വതയും കഴിവും എല്ലാം യോഗ്യതയെല്ലാം ഉണ്ടായിട്ടും രാജാവാകാൻ പറ്റാതെ തകർന്നു പോയ ഒരു മനുഷ്യനാണ് അബ്ശലോം. എന്നാൽ ഈ അബ്ശലോം നിമിത്തം ദാവീദ് എന്ത് ചെയ്തു? ഉൾവലിഞ്ഞ് വനാന്തരങ്ങളിലേക്ക് ഒറ്റപ്പെട്ട് എന്താ രാജകൊട്ടാരത്തിൽ നിന്ന് മാറി താൻ കാടുകളിൽ അല്ലെ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ചു പോകുന്ന സമയത്ത് എഴുതിയ ഒരു സങ്കീർത്തനം പോലെ നമുക്കൊന്ന് അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ, ഇതിന്റെ കോണ്ടസ്റ്റ് അങ്ങനെയൊന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ കാണാൻ കഴിയുന്നത്, ഇതിന് ന്യായം പാലിച്ചു തരാൻ, ഇതിനെതിരെ ന്യായം തെളിയിക്കാൻ ദാവീദിന് കഴിയത്തില്ല. കാരണം അബ്ശലോം തന്റെ മകനാണ്, ശലോമോനും തന്റെ മകനാണ്. നമുക്കറിയാം ഈ ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ അബ്ശലോം ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, കൊലപാതകം ചെയ്യുന്നു. ഒരു ദാവീദിന്റെ തന്നെ ഒരു മകനെ തലമുറയെ കൊല്ലുന്നുണ്ട്. അതിന് കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വ്യക്തി ശലോമോന്റെ സഹോദരിയോട് ചെയ്ത തെറ്റ് നിമിത്തം ശലോമോൻ ആ വ്യക്തിയെ കൊല്ലുവാനുള്ള കാര്യങ്ങളെ ക്രമീകരിച്ച് വേറെ ആളെ കൊണ്ടത് കൊല്ലിക്കുന്നുണ്ട്. എന്നാൽ ഇത് നിമിത്തം ദാവീദിന് മുമ്പിൽ നിന്നും ഭയപ്പെട്ട് ശലോമോൻ ഓടി 3 വർഷം മറ്റൊരു സ്ഥലത്തിൽ പോയി 3 സംവത്സരം മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ദാവീദിന്റെ മനസ്സ് അബ്ശലോമിനോട് ശലോമോനാണ് അബ്ശലോമാണ് 3 വർഷം മാറിപ്പോയി താമസിക്കുന്നു. എന്നാൽ തന്റെ മകനെ കുറിച്ചുള്ള വേദന അല്ലെ ദുഃഖം എല്ലാം വിട്ടുമാറി കഴിഞ്ഞപ്പം ദാവീദ് അബ്ശലോമിനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും അവനെ മടക്കി വരുത്തണം എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ദാവീദിന്റെ ഹൃദയം അബ്ശലോമിനോട് ചേരുന്നു അല്ലെങ്കിൽ ചരിയുന്നു എന്ന് മനസ്സിലായപ്പോൾ യോവാബ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ അധിപനായിരിക്കുന്നു, അതായത് അതിന്റെ ഉള്ള അടുത്ത വേദഭാഗത്തിൽ പറയുന്നു, ഇസ്രായേൽ ജനത്തിനൊക്കെ യോവാബ് സൈനാധിപനായിരുന്നു എന്ന് നമുക്ക് സമൂവേലിന്റെ പുസ്തകം 20-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു. യോവാബ് ദാവീദിന്റെ അടുത്തിലേക്ക് ഒരു സ്ത്രീയെ അയച്ചു ചില ഗൂഢാലോചനകൾ, ചില ക്രമീകരണങ്ങൾ വരുത്തി, ചില തന്ത്രങ്ങൾ വരുത്തി, അല്ലെ ചില കാര്യങ്ങൾ സത്യമെന്ന് തോന്നുന്ന രീതിയിൽ അവതരിപ്പിച്ചു. അല്ലെങ്കിൽ സത്യമായിരിക്കാം, നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. കാരണം യഥാർത്ഥത്തിൽ അബ്ശലോം രാജാവാകേണ്ടവൻ. എന്നാൽ അബ്ശലോം രാജാവാകാതിരിക്കാൻ വേണ്ടി അബ്ശലോമിനെ മാറ്റിയിട്ട് ശലോമോനെ രാജാവാക്കുവാൻ വേണ്ടി മെനയുന്ന ചില തന്ത്രങ്ങൾ. ഞാനിത് പരാമർശിച്ച് നമുക്ക് അങ്ങനെയൊന്ന് ചിന്തിച്ചാലും ഞാൻ ഈ വേദഭാഗത്തിന്റെ ഈ ഒരു സൈഡ് ഞാൻ അത് നേരത്തെ ഉൾക്കൊണ്ട് ഇരുന്നില്ല. എന്നാൽ പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് ഇന്ന് ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഈ കാര്യം തന്നെ വീണ്ടും വന്നു. കാരണം നമ്മളാകേണ്ട പല സാഹചര്യങ്ങളും, നമ്മളായിത്തീരേണ്ട പല പദവിയിൽ നിന്നും നമ്മെ മാറ്റി ചില ഗൂഢാലോചനയോ ചില തന്ത്രങ്ങളോ ചില ഇതേപോലെയുള്ള നമ്മളറിയാതെ നടക്കുന്ന ചില പരാമർശങ്ങളിലൂടെയോ ഒക്കെ ചില വ്യക്തികൾ തീരുമാനിക്കുന്നു ആര് രാജാവാകും. ചിലരൊക്കെ തീരുമാനിക്കും ആരാവണം, ആരാവണ്ട, ആര് വർഷിപ്പ് ചെയ്യണം, ആര് വർഷിപ്പ് ചെയ്യണ്ട, ആര് പാസ്സാവണ്ട, ആര് ശുശ്രൂഷ ആകണ്ട, അല്ലെങ്കിൽ ആരൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ചില തന്ത്രങ്ങൾ അതിന്റെ പിന്നണിയിൽ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ആകെ രാജാവായി തീരുന്ന അബ്ശലോം രാജാവാകാതെയും. എന്നാൽ ശലോമോൻ ജനിച്ചപ്പോൾ പറയുന്നത്, ശലോമോൻ ജനിച്ച ഉടനെ യഹോവ അവനെ സ്നേഹിച്ചിരുന്നു. ദൈവം സ്നേഹിച്ചിരുന്നു എന്ന് വെച്ചിട്ട് ശലോമോൻ രാജാവാകണം നിർബന്ധമില്ല. കാരണം ശലോമോനോ യുദ്ധ നൈപുണ്യമില്ല, അവനെ കണ്ട ഒരു രാജാവിന്റെ ഗംഭീര്യമൊന്നും ഇല്ല. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച നിമിത്തം, യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച നിമിത്തം ശലോമോന് ജ്ഞാനം ലഭിച്ചത് കൊണ്ട് അവന് സമ്പത്ത് ലഭിച്ചുകൊണ്ട് അവന് എല്ലാ ബലവും വന്നു, അല്ലെങ്കിൽ എല്ലാ അറിവും വന്നു. രാജ്യങ്ങളെല്ലാം സമാധാനത്തോടെ ആ രാജ്യവുമായി ചേർന്നു വന്നു. അങ്ങനെ സകല ശത്രുക്കളെയും ദൈവം അവന് ഇണക്കി ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് ശലോമോൻ രാജാവായി തീർന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ദാവീദിന് ശേഷം ശലോമോൻ രാജഭരണം നടത്തിയപ്പോൾ ഒരുപാട് മുഖം ജനത്തിന് മധ്യത്തിൽ, ഒരുപാട് ഭരണതന്ത്രങ്ങളിൽ, ഒരുപാട് സാധാരണക്കാരെ വിഷമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശലോമോൻ ചെയ്തു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അബ്ശലോം ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, നീതിക്ക് ന്യായത്തിനു വേണ്ടി അബ്ശലോം ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം അവനെ സ്നേഹിച്ചിരുന്നു, ശലോമോനെ ദൈവം സ്നേഹിച്ചിരുന്നു, അതൊരു കാരണമാണ്. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ അബ്ശലോമിന് ലഭിക്കേണ്ടുന്ന രാജസ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശലോമോനെ തെരഞ്ഞെടുത്തു. ദൈവം അവനോട് കൂടെ ഇരുന്നു. ഓക്കെ, ദൈവം കൂടെ ഇരുന്നു. ഇത് അബ്ശലോം രാജഭരണത്തിലേക്ക് വന്നാൽ പോലും ദൈവം അവനോട് കൂടെ ഇരിക്കും.
കാരണം ഇതിന്റെ പിന്നിലൊക്കെയും ദൈവിക അഭിഷേകമാണ്. മനസ്സിലാക്കണം, ദൈവത്തിന് മുഖപക്ഷമില്ല. ഇതിൽ പിന്നണിയിൽ ഒരുക്കി വരുത്തുന്ന ചില കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ചില ചതിക്കുഴികൾ ഒക്കെ, ചില പരാമർശങ്ങൾ, ചില സൂചനകൾ, ചിലരോടുള്ള ചില സിമ്പതികൾ നിമിത്തം ചിലരൊക്കെ ആരെങ്കിലും ഒക്കെ ആയി പോകും. അതുകൊണ്ട് ആർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, ശലോമോന് കഴിവുള്ളത് കൊണ്ടല്ല ശലോമോൻ രാജാവായത്, ദൈവം അവനെ ആക്കി. എന്നാൽ ശലോമോനെ വേണമെങ്കിൽ രാജാവാകാം, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി. എന്നാൽ അതിനു മുമ്പേ തന്നെ ഈ കാര്യം എന്ത് ചെയ്തു, ശലോമോനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അബ്ശലോമിനെ എന്ത് ചെയ്തു, കൊന്നുകളയുവാനിടയത്തുണ്ട്. ഇങ്ങനെ ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ കിടന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സമയത്ത് ഈ അബ്ശലോമിനെ തള്ളിയിട്ട് ശലോമോനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ചില തന്ത്രങ്ങൾ മെനഞ്ഞു. ഇത് നിമിത്തം ദാവീദ് അബ്ശലോം നിമിത്തം കാട്ടിലേക്ക് ഓടിപ്പോയത്. ഇതിന്റെ നീതി, യഥാർത്ഥമായ ന്യായം ആരും നിർവഹിക്കണം? ദൈവം തന്നെ നിർവഹിക്കണം എന്നതിനാണ് ദാവീദ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നിന്റെ തിരുനിവാസത്തിലേക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തെങ്കിൽ എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിക്കും. കിന്നരം കൊണ്ട് ദൈവത്തെ ശ്രദ്ധിക്കുന്നത് ദാവീദ് ആയതുകൊണ്ടാണ് ഇത് ദാവീദിന്റെ സങ്കീർത്തനം എന്ന് പല വേദപണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ രീതിയിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. എന്റെ ആത്മാവിന് ഉള്ളിൽ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നുണ്ടോ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയാം, തന്റെ ആത്മാവിനോട് പറയുകയാണ്, നീ ഭാരപ്പെടേണ്ട, ദൈവം ഏതായാലും എന്തെങ്കിലും അതിന്റെ നീതിനായും നടപ്പാക്കും. തെറ്റുകൾ മനുഷ്യന് സഹജമാണ്, തെറ്റുകൾ സംഭവിക്കാം. അല്ലെ, അബ്ശലോമിനെ കൊന്നുകളയാനോ തള്ളിക്കളയാനോ തക്കവണ്ണം ചില അണിയറയിൽ ചില കാര്യങ്ങൾ നടന്നു. അതിന് ഞാൻ മൗനമായി ചിലതിനെ സമ്മതിച്ചു. അല്ലെങ്കിൽ യോവാബ് പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ചിലതിനൊക്കെ സമ്മതിച്ചു. ശരിയാണ്, യോവാബ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് സമ്മതിക്കും. കാരണം ഇതിനു മുമ്പ് ഒരു വലിയ യുദ്ധത്തിൽ യോവാബ് യുദ്ധം ശക്തമായി നയിച്ച് അതിന്റെ ക്രെഡിറ്റ് യോവാബ് എടുക്കാതെ അത് ദാവീദിന് തന്നെ കൊടുക്കുന്നു. നീ കുറെ ജനത്തെയും കൂട്ടിക്കൊണ്ട് വേഗം പടയ്ക്ക് പുറപ്പെടുക, ഈ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു, ഞാൻ ശത്രുക്കളെ തോൽപ്പിച്ചു, പട്ടണം പിടിച്ചു എന്ന് പറയാതിരിക്കേണ്ടതിന് നീ വന്ന് എന്ത് ചെയ്യണം, ആളുകളെ കൂട്ടി യുദ്ധം ചെയ്ത് ഈ പടയിൽ ഇതിന്റെ ജയം ഏറ്റെടുക്കാൻ പറഞ്ഞ് യോവാബ് പറയുന്നുണ്ട്. അങ്ങനെ ദാവീദിനെ പലപ്പോഴും യോവാബ് സഹായിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ യോവാബ് പറഞ്ഞ് ദാവീദ് കേൾക്കും. അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ? ചിലർ പറഞ്ഞാൽ ചിലരൊക്കെ കേൾക്കും. ചിലരുടെ ജീവിതമൊക്കെ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് ചിലർ പറഞ്ഞാൽ ചിലതൊക്കെ സംഭവിക്കും. ചില കരവെപ്പും ചില പ്രാർത്ഥനയും ചില ബ്ലെസ്സിങ്ങും ചില അനുഗ്രഹങ്ങളും ഞാൻ വിശദീകരിച്ച് പറയേണ്ടുള്ളൂ, അത് കുറ്റപ്പെടുത്തലായി പോകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനപ്പുറമായി ആർക്ക് വേണമെങ്കിലും രാജാവാകാം, ശലോമനാകാം, അബ്ശലോമനാകാം, ദാവീദിനാകാം, ആർക്ക് വേണമെങ്കിലും ആകാം. ദൈവത്തെ പ്രസാദിപ്പിക്കും. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ ആത്മാവിനെയും ഉള്ളിൽ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നുണ്ട്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശരക്ഷി, എന്റെ ദൈവമാവുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും സ്തുതിക്കും. പ്രത്യാശയുണ്ട്, ഇനിയും സ്തുതിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഈ സങ്കീർത്തനക്കാരുണ്ട്. ഏതൊരാൾക്കും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മൾ യാചിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിനകത്ത് ഒരു പ്രതിക്രിയ ചെയ്തു തരും. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും, എനിക്ക് അതിന്മേലൊരു പ്രത്യാശയുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ ഈ സങ്കീർത്തനം എഴുതി നിർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിനും ഏറ്റവും അനുഗ്രഹമാണ്. നമ്മുടെ ദൈവത്തിന്റെ നമ്മുടെ പ്രശ്നങ്ങളാണ്, നീതി ഏത് ന്യായം ഏത് എന്ന് മുടിനാര് കീറി ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ചില സങ്കീർണമായ പ്രശ്നങ്ങളുടെ ആരാണോ ശരി ആരാണോ തെറ്റെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമുക്ക് വഴികാട്ടിയായി തീരും. ദൈവം അതിന്റെ നീതിനായി നടത്തുവാനിടയായി തീരും, നമ്മളെ രക്ഷിപ്പാനായിട്ട് ഇടയായി തീരും. അങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ മാറുവാനിടയായി തീരും, നമ്മുടെ ദുഃഖങ്ങൾ മാറുവാനിടയായി തീരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിനെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ സങ്കീർത്തനങ്ങളെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിനെ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. പ്രിയമകൻ സങ്കീർത്തനം വായിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രബോധിപ്പിച്ച് മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കർമ്മേൽ ഗ്രൂപ്പിനെ എല്ലാം വഹിച്ചുകൊണ്ട് ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ആരുടെ മനസ്സ് പ്രേരിപ്പിക്കുന്ന ആളുകൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, സ്തുതിക്കുന്നു.
കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു കർത്താവെ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും അക്കമാറത്തോനുമായ നല്ല കർത്താവെ, ഈ രാത്രികാലം കർത്താവെ അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവെ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവെ ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവെ അപ്പന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിനെ അപ്പന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദിനംതോറും വളരുമാറാക്കുന്ന കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനുഗ്രഹിച്ച് കർത്താവെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അഡ്മിനായിരിക്കുന്ന ദേശീയ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന രാജ്യത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിച്ചുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ജോക്കുട്ടിനെ സേറയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സജോയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടി കണ്ട് സന്തോഷിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സിജോയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയമകനെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ആയിരിക്കുന്ന ശുശ്രൂഷ കർത്താവെ ഹല്ലേലൂയ ഏറ്റെടുത്ത് കർത്താവെ ഭംഗിയായി ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുത്ത് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മാംശയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഗ്രൂപ്പിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. മാതാവിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന സുശീലാമ്മയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജോൺസൺ ബ്രദറിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയിരിക്കുന്ന എല്ലാ ദൂതുകളും ആലോചനകളും കർത്താവ് നിവർത്തിക്കുവാൻ ശക്തനാണ് കർത്താവെ. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ കർത്തന്റെ കരങ്ങളിലേക്ക് കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ബീനയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗദിയുടെ പ്രദേശത്ത് കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഇത്രത്തോളം കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവെ. ഗ്രൂപ്പിൽ കടന്നു വന്ന് വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവെ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ആനിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണമേ കർത്താവെ. ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും കർത്താവ് പൂർണ്ണ വിടുതൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലായിരിക്കുന്ന രാജ്യത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അക്കുവിനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിനെ അനുഗ്രഹിക്കണമേ കർത്താവെ. വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എബിപാസ്റ്ററെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. പൈതലിന്റെ ഗാന ശുശ്രൂഷയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവെ കൊടുത്തിരുന്ന സന്മനസ്സിനായി നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. പൈതലിനെ കൂടുതലായി അനുഗ്രഹിക്കണമേ കർത്താവെ. വിദ്യാഭ്യാസത്തിൽ കൂടുതൽ അനുഗ്രഹിക്കണമേ കർത്താവയുടെ ഭാവിയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിപാശ്രയ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ വിശ്വസ്തയോടെ അഭിഷേകത്തോടെ നിൽക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. മോനിഷയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അരുണിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിസി മാത്യുവിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുക്കണമേ. മഞ്ജുഷയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കൊടുത്തിരിക്കുന്ന ആലോചനകളെല്ലാം കർത്താവേ വേഗത്തിൽ നിവൃത്തിയാകുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൈലജയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സീനാനീഷിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളെല്ലാം നിവർത്തിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഗ്രൂപ്പിൽ കടന്നു വന്ന് ശുശ്രൂഷയിൽ കടന്നുപോയ എല്ലാ അഭിഷിക്തന്മാരെയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതണമേ. ശുശ്രൂഷ മണ്ഡലങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ തലമുറകളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതാ ഞാനും എൻ്റെ മക്കൾ ഒന്ന് വചനം പറയുന്നത് പോലെ കർത്താവേ എന്റെ മക്കളെയും കർത്താവെ ത്രിതലത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവം കൈക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കുഞ്ഞുങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. പിഞ്ചഭേദങ്ങളെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഞ്ജലിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഗ്രൂപ്പിൽ വചനവുമായി കയറുന്ന വിപാശ്രയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, വചനവാതിൽ തുറന്നു കൊടുക്കുമാറാകണമേ. അഭിഷേകത്തോടെ അധികാരത്തോടെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ദാസനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ച കർത്താവെ വാഴ്ത്തി നുറുക്കി ഞങ്ങളുടെ വായിൽ ഞങ്ങളുടെ മനസ്സിൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഇമ്പസ്വരങ്ങളാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ശബ്ദമല്ല കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. അതിനായി ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ഞങ്ങളെ എല്ലാവരെയും ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. നമ്മൾ സിസ്റ്ററേയും കുടുംബത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച വൻ കൃപകൾക്കായി സ്തോത്രം സ്തോത്രം. ഇനിയും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ നാവിനെ നല്ല അധികാരവും അഭിഷേകവും ദൈവം കൊടുക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. കേരളത്തിലാണെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളാലൊക്കെ കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് ദുരന്തങ്ങളൊക്കെ നമ്മുടെ ചെവിക്ക് കേൾക്കാനിടയായി. കർത്താവേ, ഈ പ്രാവശ്യം അങ്ങനെ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാനും നമ്മുടെ ചെവിക്ക് കേൾക്കാനും ഇടവരല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രകൃതിയെ നിയന്ത്രിക്കാൻ എൻ്റെ അപ്പായ്ക്ക് അല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. എൻ്റെ അപ്പ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം നമുക്ക് കരയുന്ന കാക്ക കുഞ്ഞിനും തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന തമ്പുരാനോട് നമുക്ക് അപേക്ഷിക്കാം. പ്രകൃതിക്ഷോഭങ്ങളാൽ ആരും ദുരിതപ്പെടാനോ ഒരു കുഞ്ഞുപോലും നമുക്ക് നഷ്ടമായി പോകാൻ ഇടവരാതെ വണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ സ്വദേശത്തും വിദേശത്തും ഒക്കെ ദൈവരാജ്യത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളിലും അനേക വിഷയങ്ങളുണ്ട്. ദൈവമേ, എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. ദൈവമേ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും തക്കതായ തുണകളെ ലഭിക്കാതെ അവർക്ക് സാമ്പത്തികമില്ലാതൊക്കെ അനേകർ കഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തം ഭവനമില്ലാതെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ അനേകർ വേദനിക്കുന്നുണ്ട്. ലോൺ എടുത്ത് അടയ്ക്കാൻ കഴിയാത്തവരുണ്ട്. കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ഉപജീവന മാർഗത്തിന് തൊഴിലില്ലാത്തവരുണ്ട്. സ്വദേശത്തും വിദേശത്തും ഒക്കെ കുഞ്ഞുങ്ങളെ പഠനത്തിന് വിടാനായിട്ട് സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ട്. സകല വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തോട് ഒരാൾ പ്രാർത്ഥിക്കുക. സാനു ബ്രദറെ പ്രാർത്ഥിച്ചാട്ടെ. ഈ വിഷയം ഒന്ന് പറയാവോ? ഞാൻ ജസ്റ്റ് കാലാവസ്ഥയുടെ ആ ഒരു കാര്യങ്ങളല്ലേ. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് കേരളത്തിലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഇപ്പം പ്രകൃതി വളരെ വിപരീതമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മഴ സമയത്ത് നമ്മൾ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കേൾക്കാനിടയായി. അനേക നമ്മുടെ മിത്രങ്ങൾ നഷ്ടപ്പെടാനിടയായി. ഈ വർഷവും പ്രകൃതിക്ഷോഭത്താൽ ആരും കഷ്ടതയിൽ കൂടി കടന്നു പോകാൻ ദൈവം അനുവദിക്കില്ലെന്ന് ദൈവത്തോട് നമുക്ക് താഴ്മയായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. വഴിതെറ്റി ജീവിക്കുന്ന തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വന്തമായി തലചായ്ക്കാൻ ഇടമില്ലാത്ത
ഇല്ലാത്തവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരു തുണയെ ലഭിക്കാതെ സാമ്പത്തികമില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വദേശത്തും വിദേശത്തും ഒക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അപ്പായുടെ രാജ്യത്തിന് വേണ്ടി വയലിൽ അധ്വാനിക്കുന്ന അനേക ദൈവദാസന്മാർ കഷ്ടത്തിലും പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അവരുടെ തലമുറകൾ വേദനിക്കുന്നുണ്ട്, ജയിലറയിൽ പാർക്കുന്നുണ്ട്. ഈ സമസ്ത വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. സ്വർഗീയ നല്ല പിതാവേ, ദൈവകരങ്ങളോട് അടുത്തു വരുന്നു. അപ്പ നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലോട്ട് പ്രത്യേകമായി പറയപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുകയാണ്. ദൈവകരങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴുള്ള കാലാവസ്ഥാ വ്യതിയാനം, മറ്റ് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പലരെയും ബാധിച്ചിരിക്കുന്നു. പല ജില്ലകളിലും കർത്താവേ ശക്തമായ മഴയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വരം പ്രകൃതിയെ മനുഷ്യർക്ക് നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആ ഒരു കാര്യത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ആ വിഷയത്തിന് മധ്യ ഉണ്ടാകണം. അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ പല തലമുറകളും വലിയ അമേൻ സ്വതന്ത്രം ചെയ്യുന്ന പ്രയാസങ്ങളോട് പ്രതിസന്ധികളോട് ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തലമുറകളുടെ മധ്യ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തലമുറകളെ തൊടണമേ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പലരും ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവെ സ്വരം കർത്താവിനെ അറിയാതെ ഇരിക്കുമ്പോൾ, കർത്താവിൽ നിന്ന് അകന്നു മാറുമ്പോൾ, ലോകത്തിന് അനുരൂപമായി ജീവിക്കുമ്പോൾ, കർത്താവെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ അവകാശം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ. അതുപോലെ കർത്താവെ, ശുശ്രൂഷയോട് അനുബന്ധിച്ചായിരിക്കുന്ന ഞങ്ങളുടെ ദൈവദാസീദാസന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് കാലഘട്ടത്തിന്റെ ശബ്ദമായിട്ട് ഓരോ പ്രിയമുള്ളവരെയും കർത്താവ് ഉപയോഗിക്കുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സമസ്ത പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. വലിയ ദൈവനാമം മഹത്വം വിഷയങ്ങളുടെ മധ്യ ഉയർന്നാട്ടെ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയും കർത്താവിന്റെ ദാസനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിച്ചാട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമകനെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചല്ല ദൈവം ആ പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. ഇനി രോഗികളായി ഭാരപ്പെടുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. സർവേശ്വരൻ നമ്മൾക്ക് ഈ ഭൂമിയിൽ തരുന്ന ഒരു ആയുസ് ദൈവമേ, അല്പം സന്തോഷം, സമാധാനം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു എന്ന് എൻ്റെ അപ്പായുടെ വാഗ്ദത്തമാണ്. നമ്മൾ ആ സമാധാനം, ആ ദൈവിക സമാധാനം, ഈ ലോകം തരാത്ത സമാധാനം എൻ്റെ അപ്പായിൽ നിന്ന് അനുഭവിച്ച് ആരും ഈ ഭൂമിയിൽ നരകയാതന അനുഭവിക്കാതെ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും അവരെ എല്ലാവരും വഹിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വഴിതെറ്റി ജീവിക്കുന്ന തലമുറകളെ ഓർത്ത് വിലപിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. ദൈവത്തിന്റെ കരമല്ലാതെ പ്രവർത്തിക്കാൻ ആർക്കും സാധ്യമല്ല. മദ്യവും മയക്കുമരുന്നും ഒക്കെ വിറ്റ് കോടീശ്വരന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ പിടിക്കപ്പെടുവാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ല, നമ്മളെ മുന്നിൽ യാതൊരു വഴികളുമില്ല. ഈ വകയെല്ലാം വഹിച്ചുകൊണ്ട് ഒരാൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ രാജാവേ, പൊന്നുകരങ്ങളിൽ താഴുക. സങ്കരക്കത്താൽ പ്രാവശ്യം കൂടെ കഴുകുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണം കർത്താവേ. നിങ്ങളുടെ പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന രോഗികളായിട്ട് ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ നിന്ന് രാത്രി കാലം വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാന്നൊക്കെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ ഞങ്ങളുടെ വചനം പറയുന്ന തടിപ്പണികളാൽ സൗഖ്യം വന്നും ഇരിക്കുന്നു കർത്താവേ. വചനം ഞങ്ങൾ അയക്കുകയാ കർത്താവേ. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ കരം വെക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവപ്രവൃത്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, വഴിതെറ്റി പോകുന്ന തലമുറകളെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവ് അവരോടൊക്കെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങൾ കണ്ണുനീരിലാണ് കർത്താവെ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കർത്താവെ അടിമകളായി കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാതെ പോകുന്ന അനേക കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അനേക കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയി കർത്താവെ, ലോകത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കർത്താവെ. ഈ നാളുകളിലെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മേൽ വെളിപ്പെടുവാന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീന്ന വചനപ്രകാരം ഇന്ന് രാത്രി കാലം കർത്താവേ, തലമുറകളെ ഓർത്ത് ഞങ്ങൾ കരയുന്നപ്പ ഹല്ലേലൂയ. നിങ്ങളുടെ വചനം വെച്ചവരെ വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങോരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിരാത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വാതിക്കലായിരിക്കുന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകണമേ കർത്താവേ. ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ആഴമായ ദർശനങ്ങളും വെളിപ്പാടുകളും കൊടുത്ത് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വചനം അയച്ച് വിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ യേശുവിനെ അറിയുവാൻ, ആഴമായി അറിയുവാൻ, നിത്യതയ്ക്ക് അവകാശികളാവുവാൻ
കർത്താവ് ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി ഇരുന്നതിനാട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മ വീക്ഷിക്കുന്ന കർത്താവെ, കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഇനി നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം കൊടുക്കാം. നമ്മളെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചല്ലോ. 1-2 പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് വിഷയത്തിന് നമ്മൾക്ക് മറുപടി തരാമെന്ന് നമ്മുടെ അപ്പയുടെ വാഗ്ദത്തമാണ്. നമ്മൾ ചോദിക്കുക, ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാ വിഷയങ്ങൾക്കും മറുപടി തന്ന് നമ്മളെ സഹായിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ നിന്ന് അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ വചന ശുശ്രൂഷയ്ക്കായി എ ബി പാസ്റ്ററെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സന്തോഷത്തോടെ കടന്നു വന്നാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിലെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിനവും കൂടി നമുക്ക് കർത്താവ് ദാനമായി നൽകിയല്ലോ. സന്തോഷത്തോടെ ജീവിപ്പാൻ യേശു കർത്താവിന്റെ വരവിൻ പ്രത്യാശയിൽ നിറഞ്ഞു ജീവിപ്പാൻ യേശു നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവിന്റെ വരവ് ആസന്നമായി, നമ്മുടെ യേശുവിന്റെ വരവ് ആസന്നമായി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നലേക്കാൾ ഞാൻ എൻ്റെ പ്രിയന്റെ നാളിനോട് ഒരു ദിവസം കൂടി അടുത്തിരിക്കുന്നു. ഈ പ്രത്യാശയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ച എല്ലാവരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, മേൽക്കുമേൽ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. നമുക്ക് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് സങ്കീർത്തനം വായിച്ച പ്രിയപ്പെട്ടവനെ കർത്താവ് ശുശ്രൂഷയിൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൽ വിഷാദങ്ങൾ കടന്നു വരുമ്പോൾ സ്തോത്രം, കിന്നരം വായിച്ച് പാട്ടുപാടി സ്തുതിച്ച് ബലപ്പെടുന്ന കോരഹ പുത്രന്മാരുടെ വാക്കുകളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. സ്തോത്ര. ശൗൽ രാജാവിന്റെ മേൽ ദുരാത്മാവ് കടന്നു വരുമ്പോൾ, അവന്റെ സ്വഭാവം വൈകൃതമാകുമ്പോൾ, അവനൊരു പൈശാചിക സ്തോത്രം മേഖലകളിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ, അവന്റെ ശരീരത്തെയോ മനസ്സിനെയോ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ അന്വേഷിച്ചത് പ്രവചിക്കുന്നവനെ അല്ല, അന്വേഷിച്ചത് പ്രസംഗിക്കുന്നവനെ അല്ല, അന്വേഷിച്ചത് സ്തോത്ര ഒരു രാജമന്ത്രിയല്ല, അന്വേഷിച്ചത് ഒരു വിദൂഷകനെ അല്ല, അന്വേഷിച്ചത് സ്തോത്ര അന്വേഷിച്ചത് കിന്നര വായനയിൽ നിപുണനായ ഒരുവനെയാണ് അന്വേഷിച്ചത്. സ്തോത്ര. ദാവീദ് വന്ന് കിന്നരം വായിക്കുമ്പോൾ ശൗലിന്റെ മേൽ ഭരിച്ചിരുന്ന ദുരാത്മാ അവനെ വിട്ട് മാറും, അവന് സ്വസ്ഥത ഉണ്ടാകും. സ്തോത്രം. അതേ കിന്നരത്തെ കുറിച്ച് പറയുന്നു. എന്റെ ഉള്ളില് വിഷാദം വരുമ്പോൾ, എന്റെ ഉള്ളില് സ്തോത്രം അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ ഉണ്ടാകത്തില്ലെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. പ്രവാചകനും രാജാവിനും സ്തോത്രം ഹല്ലേലൂയ ഇടയനും ഉപദേഷ്ടാവിനും വിശ്വാസിക്കും എല്ലാം ഒരുപോലെ ബാധകമായ വിഷയമാകുന്നു. ചില സന്ദർഭങ്ങളിൽ വിഷാദം കടന്നു വരും. കോരഹ പുത്രന്മാർ പറയുകയാകുന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനത്തെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ ആരെയും പഴിചാരുകയില്ല, ഞാൻ ആരെയും വിധിക്കാൻ പോവുകയില്ല. ഞാൻ പാട്ടുപാടി സന്തോഷം കണ്ടെത്തും. ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ പാടി എന്റെ ഉള്ളം ദൈവത്തിൽ പകർന്ന് പാടി സ്തുതിച്ച് ആരാധിച്ച് ഞാൻ എൻ്റെ വിഷാദത്തിന് മേൽ ജയം പ്രാപിക്കും. ഇന്ന് രാത്രി കാലം നല്ല സന്ദേശങ്ങളെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ഞെരുക്കങ്ങളും വിഷാദങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, പാട്ട് പാടുക, യഹോവയ്ക്ക് സ്തുതി കൊടുക്കുക, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ മറന്ന്, നമ്മുടെ പ്രശ്നങ്ങളെ മറന്ന് ദൈവത്തെ സ്തുതി പാടുക. രക്ഷിക്കുന്ന യേശു നമ്മോടുകൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സന്ദർശിച്ച പല ഭവനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഇനിയുള്ള എല്ലാ വീടുകളും ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാം വാക്യം. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ടെഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്നൊരുക്കി.
ചുങ്കക്കാരും അവൻ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്ന എന്തേ എന്ന് പറഞ്ഞു പിറുപിറുത്തു. യേശു അവരോട്, ദീനർക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിൽ വിളിപ്പാൻ വന്നിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. മതി ആന്റി, സ്തോത്രം. താങ്ക് യു ജീസസ്. നമ്മുടെ കർത്താവ് ആമേൻ സ്തോത്രം സക്കായിയുടെ വീട്ടിൽ പോയി. പ്രൈസ് ലോർഡ്. ആ വീടിന് രക്ഷ വന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ഭവനത്തിന് സ്വസ്ഥത കൊടുത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കാനാവിലെ വിവാഹ വീട്ടിൽ ചെന്നു. ആ വീടിന്റെ ശൂന്യതകളെ മാറ്റി, അവർക്കുണ്ടാകാമായിരുന്ന നാണക്കേട് മാറ്റി. ഏറ്റവും പ്രധാനപ്പെട്ടത് അടയാളങ്ങളുടെ ആരംഭമായി യേശു ആമേ സ്തോത്രം കാനാവിലെ വീടാണ് തന്റെ അത്ഭുതങ്ങളുടെ ആരംഭമായി തെരഞ്ഞെടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് അന്ന് പറയുവാൻ കർത്താവ് അന്ന് കർത്താവ് തരാത്ത ഒരു ദൂത് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മുടെ വീട്ടിൽ വന്നാൽ ചില അടയാളങ്ങളൊക്കെ അങ്ങ് ആരംഭിക്കും, ചില അത്ഭുതങ്ങളൊക്കെ ആരംഭിക്കും. അങ്ങനെ അവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി, ബിഗിനിങ്. സ്തോത്രം. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ വരട്ടെ. സ്തോത്രം. യേശു നമ്മുടെ വീട്ടിൽ വരുവാ ഇന്ന്. ആമേ സ്തോത്രം. ചിലരുടെയൊക്കെ ആരംഭം കുറിക്കാൻ പോകുക. എന്റെ വീട്ടിൽ എന്താ ഒരു വിടുതൽ നടക്കാത്തത്, എന്റെ ഭവനത്തിൽ എന്താ ഒരു ആമേ ദൈവ പ്രവൃത്തി നടക്കാത്തതെന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്ന് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനൊക്കെ ആരംഭം കുറിക്കാൻ പോകുക. എന്റെ കർത്താവ് ഒന്ന് ബിഗിനിങ് ചെയ്ത് കഴിഞ്ഞാൽ, എന്റെ കർത്താവ് ഒന്ന് തുടങ്ങി വെച്ചാൽ അതിനെ നിർത്തുവാൻ ആർക്കും സാധ്യമല്ല. എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഇന്ന് ദൈവത്തിന്റെ ആലോചന ഈ ഗ്രൂപ്പിൽ വെളിപ്പെട്ട ചില പ്രവചന ശക്തി, പ്രവചനാത്മാവിന്റെ അനുഭവങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ട് കർത്താവ് ചിലരെ വിടുവിക്കാൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. ഇങ്ങനെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. Praise Lord. This miraculous sign at Cana in Galilee was Jesus' first display of his glory. Hallelujah. His first display. Praise God. Hallelujah. Amen. മനസ്സിലാക്കിയവർക്കും ഏറ്റെടുത്തവർക്കും ആ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ വീട്ടില് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങോട്ട് തുടങ്ങാൻ പോവുക, ആരംഭം കുറിക്കാൻ പോകുക, എന്റെ ജീവിതത്തിൽ ആരംഭം കുറിക്കാൻ പോകുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, ആരംഭം കുറിക്കാൻ പോകുക. ആമേ സ്തോത്രം. എന്റെ കർത്താവ് തുടങ്ങി വെച്ച എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് ആമേ സ്തോത്രം. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ ഞാനല്ല ചെയ്യേണ്ടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ എനിക്കിത് ഓഫായിരുന്നു. ഇന്നലെ ഞാൻ പ്രൈസ് ലോർഡ് സ്തോത്രം ബ്രഹ്മോസ് മിസൈൽ പോകുന്ന പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് പോയി. സ്തോത്രം. ഇന്ന് എനിക്ക് കർത്താവ് ഓഫ് തന്നു. പ്രൈസ് ലോർഡ്. ഒരു പ്രേക്ഷകനായി ഇതിൻ്റെ അകത്ത് ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ന് ശുശ്രൂഷിക്കേണ്ടുന്ന ദൈവദാസൻ മറ്റൊരു തിരക്കിലായി പോയി. അദ്ദേഹത്തെ എനിക്കറിയത്തില്ല. സ്തോത്രം. ഗ്രേസി ആന്റിക്ക് മാത്രമേ അറിയുള്ളൂ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ മധ്യത്തിൽ ഞാനിന്ന് ദൈവേഷ്ടപ്രകാരം നിൽക്കുക. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിങ്ങളുടെ എല്ലാ ഭവനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുത്താട്ടെ. നിങ്ങളുടെ വാഹനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുത്താട്ടെ. നിങ്ങളുടെ തലമുറകളെ യേശുവിന്റെ കയ്യിൽ കൊടുത്താട്ടെ. എന്നോട് കർത്താവ് പറയുന്നു, ആമേൻ സ്തോത്രം. ഹിസ് ഫസ്റ്റ് ഡിസ്പ്ലേ അങ്ങനെയെങ്കിൽ ശുശ്രൂഷകളുടെ ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി കുറിച്ചെങ്കിൽ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതൊന്നും ഇല്ലാതെ വരികയില്ല. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 4-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46-ാം വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 4:46.
ബ്ലെസ്സി എന്ന് വായിച്ചേ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായ ഒരു രാജഭൃത്യൻ കവർന്നഭൂമിയിൽ ഉണ്ടായിരുന്നു. 54 വായിച്ചേ ബ്ലെസ്സി സിസ്റ്ററെ. 54. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളം ചെയ്തു. ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. അപ്പൊ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിർത്തുന്ന കർത്താവല്ല. സ്തോത്രം. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ഇന്ന് പകല് 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവ് അടയാളങ്ങളുടെ ഒരു എന്താ പറയുന്ന സഹോദരൻ, ഹല്ലേലൂയ, ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് വിടുതൽ കർത്താവ് ചെയ്യാൻ പോകുക. ഇതല്ല ഒന്ന് ഇന്ന് ആദ്യ വീട്ടിൽ കർത്താവ് പോയതാ, നമ്മളും പോയതാ. സ്തോത്രം. വീണ്ടും തുടങ്ങി. നാണക്കേട് മാറ്റിയ ഭവനത്തില്, നാണക്കേട് മാറ്റിയ ദേശത്ത്, ആമേ സ്തോത്രം, ഹല്ലേലൂയ, രാജകീയ ഭോജനം വെളിപ്പെടുത്തിയ നാട്ടില് എന്റെ കർത്താവ് രണ്ടാമത് ചെന്നപ്പോൾ ആമേ ഇങ്ങനെ പറയുന്നത്, ആമേ സ്തോത്രം, ആമേൻ, സ്തോത്രം, ഒരു വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു. അവന്റെ അടുക്കൽ ചെന്ന് തന്റെ മകൻ മരിപ്പാറായിരിക്കുക കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. മുന്നോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് 52. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇന്നലെ 7 മണിക്ക് പനി വിട്ടു മാറി. അപ്പൊ ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ ശരി ആമേ സ്തോത്രം വ്യത്യാസം ഉണ്ടാകാം, ഡിസ്റ്റൻസ് ഉണ്ടാകാം. യേശുവിന്റെ അടുക്കൽ നിന്ന് ആമേ രാജഭൃത്യൻ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 50-ാം വാക്യം, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവരുടെ ദാസന്മാർ. അപ്പൊ ഈ ആമേ സ്തോത്രം ഓൺ ദ വെയില് ആമേ സ്തോത്രം പറയാ ഇന്നലെ. അപ്പം ഇന്നലെ ആ കർത്താവ് പറഞ്ഞത്, ആമേ സ്തോത്രം, നിന്റെ മകന് സൗഖ്യം വന്നിരിക്കുന്നു. മരിപ്പാറായ വിഷയം. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാ മരിപ്പാറായ വിഷയം എന്ന് പറഞ്ഞത്? രാജഭൃത്യനാണ്. സ്തോത്രം. രാജഭൃത്യനാകൊണ്ട് രാജകീയ ചികിത്സകൾ ഉണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അവന് രാജ കൊട്ടാരത്തിലെ ആമേ സ്തോത്രം വൈദ്യന്മാരുണ്ട്, രാജവൈദ്യന്മാരുണ്ട്. അവരൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകാം. അല്ല, പരിശോധിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരെല്ലാം നോക്കിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് മരിപ്പാറായി. എന്റെ കർത്താവ് സ്തോത്രം. ആമേൻ. ലജ്ജിക്കേണ്ട വിഷയങ്ങളിൽ ലജ്ജകളെ മാറ്റിയില്ല. അടുത്തത് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഇവിടുത്തെ വൈദ്യശാസ്ത്രം, ലോകത്തിലെ വൈദ്യശാസ്ത്രം, ഇവിടുത്തെ മെഡിക്കൽ സയൻസ് കൈവിട്ടതിനെ, അവർക്ക് ചെയ്യാൻ പറ്റാത്തതിനെ, അവർക്ക് ഭേദമാക്കാൻ പറ്റാത്തതിനെ ഭേദമാക്കുന്ന യേശു ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വിശ്വസിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുക. അത് നിങ്ങളുടെ ഭവനത്തിനുമേൽ വ്യാപരിക്കുകയാണ്. സ്തോത്രം. ഒന്നും കൂടി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു അത്ഭുതം കൊണ്ട് ഇത്രയേ ഉള്ളൂ, എനിക്ക് നിന്റെ വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്രയുമേ ഉള്ളൂ, ഒരു അത്ഭുതമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനല്ല എന്റെ യേശു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയുന്നത്, ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. ചില ഭവനങ്ങളിൽ സ്തോത്രം, ആമേൻ, ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് വിടുതൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു സന്ദർശനം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതുവരെ യേശുവിന്റെ ഒരു അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടില്ല. ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, രണ്ടാമത്തെ വിടുതൽ ചെയ്യാൻ പോവുക. രണ്ടാമത് യേശു നിന്റെ ഭവനത്തിൽ കാലുകുത്താൻ പോവുകയാണ്. രണ്ടാമത് നിങ്ങളുടെ ദേശത്ത് എന്റെ യേശു കാല് ചവിട്ടാൻ പോവുക. ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം, വിദൂരതയിലായിരിക്കുന്നവരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുകയാണ്.
ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൈലുകൾക്കപ്പുറമുള്ള ദേശങ്ങൾക്കപ്പുറമുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചിരിക്കുന്ന രണ്ടുപേരെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ തന്നെ ദേശങ്ങൾക്കപ്പുറമുള്ള രണ്ടുപേരെ കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്ന രണ്ടുപേരെ കർത്താവ് കാണിക്കുന്നു. ആമൻ. ആ വിഷയത്തിന് മേൽ കർത്താവിനോട് പറയുന്നു കേട്ടോ. അവിടെ പറയുന്നത് ഇന്നലെ 7 മണിക്ക്, നാളെ അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾ സ്തോത്രം അവിടുന്ന് ഒരു സന്ദേശം വരാൻ പോവുകയാകുന്നു. നിങ്ങൾ ചിന്തിച്ച വ്യക്തിത്വത്തിന്റെ ഭവനത്തിൽ നിന്നും സ്തോത്രം മെസ്സേജ് വരാൻ പോകുന്നു. ആ വിഷയത്തിന് മറുപടിയായി അപ്പോൾ ചോദിച്ചോണം എപ്പോഴാന്ന്. സ്തോത്രം. അപ്പോൾ എപ്പോഴാ ഈ മെസ്സേജ് കേട്ട ഈ സമയം, ഇപ്പൊ ഇന്ത്യൻ ടൈം ഏതാണോ ഈ ടൈമിൽ ആ 2 വ്യക്തികൾക്കും വിടുതലായി എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പൊ ആദ്യം സക്കായിയുടെ വീട്ടിൽ പോയി. ആമേ സ്തോത്രം. രണ്ടാമത് കർത്താവ് കാനാവിലെ വീട്ടിൽ പോയി. മൂന്നാമത് പത്രോസിന്റെ വീട്ടിൽ പോയി. ലൂക്കോസ് 5:17 മുതൽ പേര് വെളിപ്പെടുത്താത്ത ഒരു ഭവനത്തിൽ പോയി. സ്തോത്രം. അവിടെയും അന്ന് പറയാൻ കർത്താവ് സമ്മതിക്കാതിരുന്ന ഒരു വിഷയം ഇന്ന് പറയട്ടെ. ലൂക്കോസ് 5:17 മുതലുള്ള വാക്യത്തില് വീട്ടുകാരന് വിടുതലില്ല. ആ വീട്ടുകാരന് വല്ല വിടുതലുണ്ടോ? സ്തോത്രം. ഇല്ല. ആ വീടിന്റെ മേൽപ്പുര അല്ലെങ്കിൽ അതിന്റെ റൂഫ് പൊളിച്ചു. അവന് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ആ വീട്ടിൽ യേശു വന്നത് കൊണ്ട് വീട്ടുകാർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടായി എന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വീട്ടുകാരനെ വന്നവരെല്ലാം കൂടി ശല്യം ചെയ്തു. സ്തോത്രം. പക്ഷപാതക്കാരനെ കൊണ്ടാ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ പറയും, ഓ സ്തോത്രം, സൂം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമേ ഉള്ളൂ, എന്നാലും ആൾക്കാർ രക്ഷപ്പെട്ടോട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ചില വീട്ടിലൊക്കെ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ പറയും നഷ്ടങ്ങളുടെ കണക്കേ പറയാനുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്ക് വരുന്ന മുതിർന്നവരകത്തിരുന്ന വചനം കേൾക്കുമ്പോൾ കുസൃതി പിള്ളേർ പുറത്തു പോയി റോസാ ചെടിയെല്ലാം നശിപ്പിച്ച് സ്തോത്രം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത മാവ് പൂത്ത് കായ്ച്ച് വിളഞ്ഞു നിൽക്കുക. അതും തല്ലിപ്പറിച്ച് പഴുക്കാൻ നമ്മൾ നോക്കി നിൽക്കുമായിരുന്നു. അതും തല്ലിപ്പറിച്ച് സ്വന്തം പ്രാർത്ഥന കഴിയുമ്പോ മാവും പോയി, മാങ്ങയും പോയി, ചെടിച്ചട്ടിയും പോയി. സ്തോത്രം. പക്ഷേ അല്ലേ, നമുക്ക് നഷ്ടങ്ങളെ ഉള്ളെങ്കിലും വന്നവർക്ക് വിടുതലാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് നമ്മുടെ നഷ്ടങ്ങൾ നോക്കിയിരിക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ് കേട്ടോ. നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിൽ വരുന്നവർ രക്ഷപ്പെടട്ടെ. നമ്മുടെ ഉറക്കം പോയാലും വേണ്ടൂല, രോഗികൾ സൗഖ്യമാകട്ടെ എന്നുള്ള ചിന്തയോടെ നമ്മൾ ഇരിക്കുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ നോക്കിയിരിക്കുന്നവനല്ല നമ്മുടെ യേശു. അങ്ങനെ ലൂക്കോസ് 5:17 നമ്മൾ വായിച്ചത് വീട്ടുകാരനൊരു ഒരു ബെനിഫിറ്റും അവിടെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷെ വന്നവർക്ക് വിടുതലുണ്ടായി. സ്തോത്രം. ലേവിയുടെ ഭവനത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നു വരുന്നത്. ലേവിയുടെ ഭവനത്തിലേക്ക് ഇന്ന് കർത്താവ് സഹായിച്ചാൽ ലേവിയുടെ വീട് സ്തോത്രം ഒരു പരീക്ഷന്റെ വീടും നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. 2 വീട്ടിൽ നമുക്ക് ഇപ്പൊ പോകാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കയറിയ 2 ഭവനത്തില് നമ്മൾ ഇവിടെ വായിച്ചത്. അതിന്റെ ശേഷം അതായത് ലൂക്കോസിന്റെ സുവിശേഷം 5:27 നമ്മൾ വായിച്ചത്. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്ന് പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ഒരു നല്ല സ്വഭാവമാകട്ടോ. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്ക. സ്തോത്രം. ഞാന് ഇന്നത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ അനുഗമിക്ക എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടു കേട്ടോ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ, ലൂക്കോസിന്റെ സുവിശേഷം 9:57 മുതൽ ആരെങ്കിലും അത് വായിച്ച് സഹായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 9:57. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ. അവൻ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾ കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ,
ഞാൻ നിന്നെ അനുഗമിക്കാം. ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. താങ്ക് യു സിസ്റ്ററെ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, ആമേൻ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 പറയുന്നത് എന്നെ അനുഗമിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കർത്താവ് സന്നിധി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വേദഭാഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത്. സ്തോത്രം. അനുഗമിക്കുക, ടു ഫോളോ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്, ആമീൻ, സ്തോത്രം, നമ്മൾ കർത്താവിന്റെ ഫോളോവേഴ്സ് ആകണം. ഹല്ലേലൂയ. അനുഗമിക്കുന്നവരാകണം. നമുക്ക് ഇഷ്ടം വിശ്വാസികളായിട്ട് ഒരു സ്ഥലത്ത് അങ്ങ് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഫോളോവേഴ്സ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ അനുഗമിക്കുന്നവരുടെ പ്രത്യേകത എന്തുവാ ജോൺസൺ ബ്രദറെ? അനുഗമിക്കുന്നവരുടെ അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, അല്ലയോ? സ്തോത്രം. അവരിങ്ങനെ യേശുവിന്റെ പിന്നാലെ, അവരുടെ കാലുകൾക്ക് എന്നാ ഇല്ല, വിശ്രമമില്ല. ഒന്ന് ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയും നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. ഒന്ന് വിശ്രമിച്ചാൽ മതി എന്ന് കരുതിയാൽ പറയും, അനുഗമിക്കുന്നവരോട് പറയും ഇവർക്ക് ആഹാരം കൊടുക്കാൻ പറയും. എന്റെ ജോൺസൺ ബ്രദറെ, 2025 തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. സ്തോത്രം. മെയ് മാസം ആവുന്നേ ഉള്ളൂ. സ്തോത്രം. ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആവുമ്പോ ഉണ്ടല്ലോ, എനിക്കൊന്ന് ഇരുന്നാൽ കൊള്ളാമെന്ന് ജോൺസൺ ബ്രദർ ചിന്തിക്കും. കർത്താവ് ഇരുത്തത്തില്ല കേട്ടോ, അങ്ങ് നടത്തും. പ്രേസോ. അനുഗമിക്കുന്നവരുടെ കാലുകൾ അടങ്ങിയിരിക്കാൻ കർത്താവ് അനുവദിക്കുന്നതില്ല. കൂടെ നടന്ന് പഠിക്കും, കൂടെ നടന്ന് വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ഈ വർഷം മുതൽ സംഭവിക്കുക കേട്ടോ. സ്തോത്രം. റെസ്റ്റ് ഇല്ലാത്തൊരു മിഷൻ വർക്കിനായി ഒരു വലിയ മിഷൻ വർക്കിനായി, സ്തോത്രം, ഹല്ലേലൂയ, ജില്ലകൾ വിട്ട് ജില്ലകളിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും പറയുന്നു കേരളത്തിലൊക്കെ ശക്തമായ ഉണർവ് നടക്കുന്നു. എന്നാൽ എന്നോട് കർത്താവ് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഉണർവ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സ്തോത്രം. ജില്ലകൾ മാറി ജില്ലകളിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, പിന്നെ ശമൂവേൽ പ്രവാചകനെ പോലെ സന്ദർശിച്ച സ്ഥലങ്ങൾ പിന്നെയും സന്ദർശിച്ച്, സ്തോത്രം, അങ്ങനെ ഒരു പ്രത്യേക മിഷൻ ഫീൽഡ് പരിശുദ്ധാത്മാവ് ഇന്ന് തുറന്നു തരുന്നു. ക്ഷാമങ്ങൾ തീർക്കേണ്ടിടത്തൊക്കെ ക്ഷാമങ്ങൾ തീർത്ത്, സ്തോത്രം, 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 ഹല്ലേലൂയ. പുരുഷാരത്തിന്റെ ക്ഷീണങ്ങളെ മാറ്റി, പുരുഷാരത്തിന്റെ അസ്വസ്ഥതകളെ മാറ്റി, ദേശങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ മാറ്റി, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അങ്ങയ്ക്ക് വേണ്ടി മിഷൻ ഫീൽഡുകളെ കേരളത്തിന്റെ സ്റ്റേറ്റുകളിൽ തുറന്നു തരുന്നു, ജില്ലകളിൽ തുറന്നു തരികയാണ്. അയഥ റമന ദിമൽ കമാനക സന്ധനെ റമനഗജഗസിയാസ്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ ആവശ്യപ്പെടുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 ഹല്ലേലൂയ. ഹോം സെല്ലുകളായി ആധാരാജാപാല അനേകരെ വാർത്തെടുത്ത്, ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത്, കർത്താവിന് വേണ്ടി ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത്, അർത്ഥാജാല ഷൗഡ ഒരു ചെയിൻ ഗോസ്പൽ വർക്ക് പോലെയുള്ള അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുന്നു. അധുന അതിന്റെ നിയോഗങ്ങളെ ഇന്ന് രാത്രി പ്രാപിക്കുക. അതിന്റെ സ്തോത്ര പകർച്ച, ആത്മപകർച്ച, കണ്ണുകളിലേക്ക് ആത്മപകർച്ച, നാവുകളിലേക്ക്, കർത്താവ് ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ, എനിക്കിത് ചെയ്യുവാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പെട്ടെന്ന് ആത്മീയ സ്നേഹിതന്മാരെ ഒരുക്കി തരും. ആത്മീയ ഗോളത്തിലെ കർത്താവ് പെട്ടെന്ന് സ്നേഹിതന്മാരെ ഒരുക്കി തരും. ആമേൻ. ശിഷ്യഗണങ്ങളെ കർത്താവ് തരും. ശിഷ്യഗണങ്ങളെ പരിശുദ്ധാത്മാവ് തരും. അധല ജലഘടകനാദി പൗഡലമന അർഖാരാജ, ധൂൽഖാരാജ, വൈഷാമാന, ഹംദർഖൗഡ. എന്റെ കർത്താവ് എന്നോട് പറയുന്നു, അനേകർക്കൊരു മെന്ററായിരിക്കാൻ തൊക്കണം, അനേകർക്കൊരു ഉപദേഷ്ടാവായിരിക്കുവാൻ തൊക്കവണ്ണം യേശുവിന്റെ കരം അങ്ങയുടെ മേൽ വ്യാപരിക്കുന്നു. സ്തോത്രം. നോക്കുക, ലേവിയനോട് യേശു പറയുന്നു എന്നെ അനുഗമിക്കുവാൻ. ലൂക്കോസിന്റെ സുവിശേഷം 9:57 മുതൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം.
യേശു അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല. ഒരുവൻ വന്ന് കർത്താവിനോട് പറയാണ്, എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ചിലരങ്ങനെ പ്രൈസ് ലോർഡ് സ്തോത്രം ഓടി വന്ന് ഇങ്ങോട്ട് പറയും, ഞാൻ ഈ കൂട്ടായ്മയ്ക്കുണ്ട്, എല്ലാ ദിവസവും കയറിക്കൊള്ളാം, ശുശ്രൂഷിച്ചോളാം. സ്തോത്രം. ഗ്രേസ് മാമ ഓടിപ്പോയോ? സ്തോത്രം. കാണുന്നുമില്ല മാമ. സ്തോത്രം. ഞാൻ സ്തോത്രം. ഹല്ലേലൂയ. ഗ്രേസ് മാമിയുണ്ട്. സ്തോത്രം. ആമേൻ. അങ്ങനെ വന്നവരോട് കർത്താവിനും എനിക്കും പറയാനുള്ളതേ എനിക്കും എന്റെ കർത്താവിന് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. സ്തോത്രം. പൈസ തരാമെന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. ബെൻസ് കാറ് വാങ്ങിച്ചു തരാമെന്നൊന്നും യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞത് ആമേസ്തോത്ര കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്കും കൂടുകൊണ്ട് മനുഷ്യപുത്രനോ തല ചായ്പാൻ. അപ്പൊ ചിലര് കർത്താവിന്റെ കൂടെ വരുന്ന എന്തിനാണെന്നറിയാമോ? എവിടെങ്കിലും ഒന്ന് കയറി വിശ്രമിക്കാനാ, തല ചായ്പാനാ. സ്തോത്രം. ചിലര് ഈ യേശുവിനെ അനുഗമിക്കാൻ വരുന്നത് സ്വസ്ഥതയ്ക്കാ. കർത്താവ് പറയുക, എന്റെ കൂടെ വന്നാൽ വീടില്ലെന്ന്. അയ്യോ, വീടുള്ളവരൊന്നും ഓടിപ്പോകല്ലേ, വീടില്ലാത്തവരൊന്നും ഓടിപ്പോകല്ലേ. സ്തോത്രം. വീടിന്റെ വിഷയത്തിന് വേണ്ടി കയറിയവരുണ്ട്, ആരും ചാടി പോകല്ലേ, കർത്താവ് വീട് തരും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുക, മനുഷ്യപുത്രൻ എന്തോ ഇല്ലെന്ന്, തല ചായ്പാൻ ഇടമില്ല. സ്തോത്രം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ പെന്തക്കോസ്റ്റിന് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തന്നെയൊക്കെയാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജോൺസൺ ബ്രദർ ആമേൻ സ്തോത്രം ആ ഗണത്തിലാണ് കുറച്ച് നാളും കൂടി. അത് കഴിയുമ്പോ പെട്ടെന്ന്, കുറച്ച് നാളെന്ന് പറയുമ്പോ അതൊരു ചില വീക്ക്, ചില ആഴ്ചകളെ ഉള്ളൂ കഷ്ടപ്പാട്. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്ന കേറി വന്നു കഴിഞ്ഞാൽ എല്ലാം സാധിക്കുമെന്ന. കർത്താവ് തുറന്ന് പറഞ്ഞു, എനിക്ക് തല ചായ്പാൻ ഇടം ഇല്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ കാര്യം എന്തായെന്ന് എനിക്ക് അറിയത്തില്ല, അനുഗമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. രണ്ടാമത്തെ മനുഷ്യനോട് പറയുകയാണ്, കർത്താവ് അങ്ങോട്ട് പറയുക, എന്നെ അനുഗമിക്കാം. ആദ്യത്തെ വ്യക്തിയോട് യേശു അല്ല പറയുന്നത്, ആ മനുഷ്യൻ യേശുവിനോട് പറയുക, ഞാൻ നിന്നെ അനുഗമിക്കാം. രണ്ടാമത്തെ വ്യക്തിയോട് യേശു അങ്ങോട്ട് പറയുക, നീ എന്നെ അനുഗമിക്കാമെന്ന്. അപ്പൊ പറയാണ്, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ വ്യക്തിയോട് യേശു തമ്പുരാൻ പറഞ്ഞു, ആമേസോ എന്നെ അനുഗമിക്കുക. പുള്ളിക്കാരനെ വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആക്കിയിട്ട് ആമേസോ അപ്പൻ അങ്ങ് മരിച്ചു പോയി. സോദരൻ, കർത്താവ് വിളിക്കുന്ന ടൈമൊക്കെ എന്നാ ടൈമാ. സ്തോത്രം. സ്തോത്രം. നമ്മുടെ ആൾക്കാർ ചോദിക്കല്ലേ, എന്നെ വിളിക്കാൻ കണ്ട നേരം, എന്നെ വിളിക്കാൻ കണ്ട നേരം അപ്പം മരിച്ചു കിടക്കുക. സ്തോത്രം. റൈറ്റ് ടൈമില്. സ്തോത്രം. അല്ലേ, ചില വിളികൾ അങ്ങനെയൊക്കെ അങ്ങ് വരും കേട്ടോ. സ്തോത്രം. നമ്മുടെ ഏതോ വലിയ വിഷയത്തിൽ അങ്ങ് എൻഗേജഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും കർത്താവ് പറയുന്നത്, ഇപ്പൊ വരണം. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ, നടന്ന കാര്യമൊന്നും അല്ല കേട്ടോ. സ്തോത്രം. ചിലപ്പോ നിങ്ങളുടെ ആരുടെയെങ്കിലും വിഷയമായിരിക്കാം. അടുത്ത മാസം പ്രൊമോഷൻ ഇങ്ങനെ വന്ന് നിൽക്കുക. സ്തോത്രം. കർത്താവ് വിളിച്ച് എന്റെ വേലക്കായിട്ട് വന്നോളെ. വെറും പ്രൊമോഷൻ അല്ല, നല്ല സാലറി അങ്ങോട്ട് കൂട്ടാൻ പോവാ. ആമേൻ. സ്തോത്രം. അദ്ദേഹം എന്തോ ചെയ്തു? ആമേ അങ്ങ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൈ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ആമേ സ്തോത്രം പ്രൊമോഷൻ ആയിരുന്നു അടുത്ത മാസം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൗതികം നോക്കുന്നവർ വിചാരിക്കും, ഇച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ അതും കൂടി കിട്ടിപ്പോയനേന്ന്. സ്തോത്രം. ഏതാ പെൻഷൻ ഉള്ളവരാണേ. സ്തോത്രം. പ്രൊമോഷനൊക്കെ കിട്ടിയ ഒരു 4-5 മാസം കൂടി കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ഉണ്ടെങ്കിൽ ജോൺസൺ ബ്രദർക്ക് കാര്യം മനസ്സിലായില്ല. സ്തോത്രം. അപ്പം അത്രയും കൂടി പെൻഷൻ കിട്ടിയ അബദ്ധമായി പോയല്ലോ ഒന്ന്. സ്തോത്രം. കർത്താവ് വിളിക്കുന്ന ഒന്നും അബദ്ധത്തിനല്ല കേട്ടോ. സ്തോത്രം. കർത്താവ് വിളിക്കുന്നൊന്നും സ്തോത്രം ഈ ലോകത്തിലെ ലാഭങ്ങളൊക്കെ സ്തോത്രം വേണ്ടാന്ന് വെച്ച്, ഈ ലോകത്തിലെ ഉയർച്ചകൾ വേണ്ടാന്ന് വെച്ച് ഇറങ്ങിയവരെ ഒന്നും കർത്താവ് കൈവിട്ടിട്ടില്ല. എന്റെ യേശുവിന് പറയാനുള്ളത്, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. പ്രൈസ് ലോർഡ്. സ്തോത്രം. അവിടെ സ്തോത്രം. ഈ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റത്തില്ല, ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു കർത്തവ്യമാ. അപ്പന്റെ സംസ്കാരത്തിന് നിൽക്കേണ്ടത് മോന്റെ ചുമതലയല്ലേ. ചുമതലകൾ പലതുണ്ടെങ്കിലും കർത്താവ് പറയുകയാണ്, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ആദ്യത്തെ മനുഷ്യനോട് എന്തോ പറയുന്നത്? മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. സ്തോത്രം. എന്റെ കൂടെ വരുന്നത് വിശ്രമിക്കാനാണെങ്കിൽ എനിക്ക് വിശ്രമിപ്പാൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലമില്ല. രണ്ടാമത് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ
ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്, കർത്താവ് പറയാം, ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ദൈവരാജ്യത്തിനാണ്. കർത്താവിനെ അനുഗമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുവാൻ സമയം കിട്ടത്തില്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം പ്രധാനപ്പെട്ട പലതും നോക്കുവാൻ സമയം കിട്ടത്തില്ല. കർത്താവിന് പറയാനുള്ളത് ദൈവരാജ്യം അറിയിക്കുക. മറ്റൊരുത്തവൻ പറയുക, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം. അദ്ദേഹം ഇങ്ങോട്ട് കർത്താവിനോട് പറയാം, ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷെ ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം. നല്ല കാര്യമല്ലയോ? സ്തോത്രം. ആമേൻ. എവിടെങ്കിലും പോവാണെങ്കിൽ നാട്ടുകാർ നാളെ അന്വേഷിക്കത്തില്ലയോ? ഷടാ, ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാണാനില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് ആവശ്യപ്പെട്ട വിഷയങ്ങളും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. ഇതിന്റെ അകത്ത് തെറ്റ് പറയാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. തെറ്റ് പറയാൻ ഒന്നുമില്ല. പക്ഷെ കർത്താവിന് ചിലത് തുറന്നു പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ വിഷയങ്ങളെല്ലാം ആർക്കും നമ്മളെ കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് ചില യാഥാർത്ഥ്യങ്ങളെയാ പറഞ്ഞത്. മൂന്നാമത്തവനോട് പറയുകയാണ്, എനിക്ക് വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് യാത്ര പറയണം. അവനോട് കർത്താവ് പറയുന്നത് എന്താണ്? കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ലെന്ന്. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ഈ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കിയിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. എന്റെ അമ്മയുടെ ഭവനത്തില് വയലുണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ എനിക്ക് വലിയ എനിക്ക് ഇഷ്ടമാ ഈ കാളയുടെ കൂടെ നടക്കാനും ഈ നിലം ഉഴുന്ന സ്ഥാനത്തിലൊക്കെ പിടിച്ചു നടക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. സ്തോത്രം. അപ്പം ഞാൻ ആ പണിസ്ഥലത്ത് ഞാൻ പോയി നിൽക്കും ഈ അവധി സമയത്ത്. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഞാൻ വയലിൽ അങ്ങ് ഇറങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതേലൊന്ന് കയറി നിൽക്കണം എന്നൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു. ഈ നിരത്ത് പലകയുണ്ട്. എന്നെ അതിനകത്ത് കയറ്റി നിർത്തി. ആശാന് എന്നെ അത് കയറ്റി നിർത്തിയിട്ട് കാളെ അടിക്കാൻ പുള്ളിക്കാരൻ പോയി. കാള മുന്നോട്ടങ്ങ് പോവാ. സ്തോത്രം. അപ്പൊ എന്നെ ആരോ ഒന്ന് വിളിച്ചു പുറകിന്ന്. ഞാൻ പുറമോട്ട് നോക്കി. എന്റെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. കാളയുടെ ജോലി നോക്കി മുന്നോട്ട് പോയി. ഞാൻ വല്ലവന്റെ വിളി കേട്ട് പുറമോട്ട് നോക്കിയപ്പോ ഞാൻ ഈ ചെളിക്കണ്ടത്തിലോട്ട് ഞാൻ വീഴുകയും ചെയ്തു. സ്തോത്രം. ഈ കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം ആരും പുറമോട്ട് നോക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. അപ്പൊ ഈ 3 പേരെയും അനുഗമിക്കാൻ വന്നവരാ. വിളിച്ചവരുണ്ട്, തോന്നി വന്നവരുണ്ട്. ഇവരോടൊക്കെ കർത്താവ് കൊടുത്ത ഉത്തരം കണ്ടോ? സ്തോത്രം. ഒന്നെന്താണ്? എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചൊവ്വേ നേരെ ഒന്ന് വിശ്രമിക്കാൻ സമയം കിട്ടത്തില്ലെന്ന് അതിന്റെ അർത്ഥം. സ്തോത്രം. നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു പ്ലെയിൻ ട്രൂത്ത് പറയാം ഗ്രേസി മാമേ. ഞാനിപ്പം പുതച്ച് മൂടി കിടക്കേണ്ട സമയമാ. സ്തോത്രം. ഇപ്പം പുതച്ച് മൂടി നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കൈക്കും കാലിനും എല്ലാം പെരുപ്പുണ്ട്, ക്ഷീണമുണ്ട്. ഒന്ന് കിടന്നാൽ നല്ലതായിരുന്നു. സ്തോത്രം. പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ വന്ന നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുമോ? ഞാൻ കർത്താവിന് കണക്ക് കൊടുക്കേണ്ടവനല്ലയോ? സ്തോത്രം. അപ്പൊ എന്തോ ഇല്ല ജോൺസച്ചായ, വിശ്രമം കാണത്തില്ല. എന്തോ കാണത്തില്ല? വിശ്രമം കാണത്തില്ല. സ്തോത്രം. ഒരിക്കൽ എൻ്റെ അമ്മ നാട്ടിൽ വന്നു. കുറേ വർഷം മുൻപാ. സ്തോത്രം. നാട്ടിൽ വന്നപ്പോൾ ഞാൻ കിടക്കുക, ഇങ്ങനെ സോഫയിൽ ഞാൻ കിടക്കുക. അപ്പോഴും എനിക്കൊരു ഫോൺ വന്നു. സ്തോത്രം. അച്ചായൻ വിളിച്ച ഒരു വിഷയം പ്രാർത്ഥിക്കാൻ. ഞാൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കഴിഞ്ഞപ്പോ അമ്മ ചോദിക്കുക, ഉറങ്ങാനും സമയമില്ലെന്ന്. സ്തോത്രം. കിടന്നുറങ്ങാനും ഇതെല്ലാം ഞാൻ നേരത്തെ അങ്ങ് പറയുക കേട്ടോ. ആമേൻ. കർത്താവിന്റെ പിന്നാലെ പോയാല് ഉറക്കം ഒന്നും കിട്ടത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പുഴുങ്ങി വെച്ച ഏത്തക്ക അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങാൻ നേരത്തെ അതാണ്ട് വിളി വരുന്നു. സ്തോത്രം. പെരുമ്പാവൂര് കോട്ടയത്ത് നിന്നൊരു വിളി വരുന്ന ജോൺസ. പൊന്ന് ജോൺസ, ഒന്ന് ഇങ്ങോട്ട് വരാമോ? ദാണ്ടിരിക്കുന്നു പുഴുങ്ങി വെച്ച ഏത്തക്ക അവിടെ സ്പൂണും അവിടെ വെച്ചിട്ട് ദാണ്ട് പോകുന്നു കോട്ടയത്ത്. സ്തോത്രം. അപ്പൊ ആന്റി ചോദിക്കുക, എന്റെ അച്ചായ ഏത്തക്ക കഴിക്കണ്ടായോ? എനിക്കിപ്പോ പോയേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ എത്രയോ അനുഭവമുണ്ട്. ചിലർ വിചാരിക്കുന്നു ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നൂഡിൽസും സ്തോത്രം കൊഞ്ചു വറുത്തതും നെയ്മീൻ വറുത്തതും എന്നാണ്. ചിലരങ്ങ് ഇത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്.
ഒരു കാര്യം ഓർത്തുകൊള്ളുക, കർത്താവിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ സമയം കിട്ടത്തില്ല. കഴിച്ചു എന്നൊക്കെ വരുത്തി ഓടാമെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ, ഹല്ലേലൂയ. രണ്ടാമത്തെ വ്യക്തിയോട് എന്താ പറയുന്നത്? ആമ പോയി ദൈവരാജ്യം അറിയിക്കുക. സ്തോത്രം. മരിച്ചവരുടെ പിന്നാലെ പോകാതെ ആമെ ദൈവരാജ്യം അറിയിക്കുക. മൂന്നാമത്തെ വ്യക്തിയോട് പറയുന്നത് എന്താ? പുറകോട്ട് നോക്കരുത്. സ്തോത്രം. ഈ 3 ഇൻസ്റ്റന്റ് കഴിഞ്ഞിട്ട് ഒരു കാര്യം 10-ാം അധ്യായത്തിൽ പറയുന്നു. ഒന്ന് വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. മതി താൻ ചെല്ലുവാൻ മതി. അനന്തരം. താങ്ക് യു. വായിച്ച ആരാ വായിച്ച? ഞാൻ കണ്ടില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 10:1 പറയുന്നത് അനന്തരം. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഈ വാക്കുകളൊക്കെ ബൈബിളിൽ ഭയങ്കര പവർഫുൾ. അനന്തരം, അതിന്റെ അർത്ഥം ഈ 3 പേര് വന്നില്ലെന്നാ, അനുഗമിക്കേണ്ടവര് വന്നില്ല. സ്തോത്രം. അനന്തരം കർത്താവ് എന്ത് ചെയ്തു? വേറെ 70 പേരെ നിയമിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേ നാം ആമേ സ്തോത്രം അനുഗമിപ്പാൻ കൃപ തന്നുവല്ലോ. അനുഗമിക്കുന്ന കർത്താവിനെ അനുഗമിച്ചു കൊണ്ടിരുന്ന ഫോളോവേഴ്സിനോടെ ആമേ സ്തോത്രം കർത്താവ് പറയുകയാണ് നിയമിച്ചു. സ്തോത്രം. ആ ഒരു വിഷയത്തിലേക്കാ വരുന്നത്. നിയമിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫോളോവേഴ്സ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 5:27 പറയുന്നത് എന്നെ അനുഗമിക്കുക. എത്ര നാൾ അനുഗമിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര നാൾ കർത്താവിന്റെ കൂടെ പോയി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ആമേ വിശ്രമമില്ലാതെ കർത്താവിന്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യുന്നു. എല്ലാരും പ്രാർത്ഥിക്കണമേ. ആമേ കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ്. The Lord now choose 72 other disciples. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചവരുണ്ട്. നിന്ദകളും പരിഹാസങ്ങളും ആമേ സഹിച്ച്, നഷ്ടങ്ങൾ സഹിച്ച് യേശുവിനെ അനുഗമിച്ചവർ എൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ചിലരോട് കർത്താവ് അനുഗമിക്കാൻ പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇന്നത് അനുഷ്ഠിക്കണം എന്നുള്ളത് കൊണ്ട് അവര് ചുവട് വയ്ക്കാൻ മടിച്ചാലും അനുഗമിക്കുന്നവരോട് പറയുന്നു, ആമേ സ്തോത്രം, നിനക്ക് ഞാൻ ചില നിയമനങ്ങൾ തരാൻ പോകുകയാണ്. സ്തോത്രം. നിങ്ങളത് വായിച്ച് ബലപ്പെടണമേ എന്ന് ഞാൻ കർത്താവിൽ ഞാൻ ആവശ്യപ്പെടുക കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്തോ ഭയങ്കര ഒരു ആമേ ഒരു നിയോഗമാ അവിടെ പറയുന്നത്. സ്തോത്രം. വലിയ വലിയൊരു മിഷനാ കർത്താവ് 70 പേർക്ക് കൊടുത്തത്. ആമേ സ്തോത്രം. അത് 1 മുതൽ 16 വരെ നിങ്ങൾ വായിക്കുക. നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുക. അവരോട് പറഞ്ഞത് എന്താണ്? അവർക്ക് കൊടുത്ത അധികാരം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ നോക്കാം, 17-ാം വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 10:17 വായിച്ചേ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവ് നിയമിച്ചാൽ എത്ര പേര് ഏറ്റെടുക്കും? ഇന്ന് ദൈവം ഒരിക്കലും പ്ലാറ്റ്ഫോം ആയത് കേട്ടോ. എന്റെ യേശു നിയമിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടത്തോടെ മടങ്ങി വന്നെന്നല്ല, എന്റെ യേശു നിയമിച്ചവർ പറയാണ് ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഇന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഓൾമോസ്റ്റ് 24 പേര് ഡിവൈസിലുണ്ട്. സ്തോത്രം. 24 പേര് ഡിവൈസിലുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ഈ 24 പേരോട് ആത്മാവിൽ ചോദിക്കുക, നീ ഒരു നിയമനത്തിന് സമർപ്പിക്കുന്നുണ്ടോ? ഒരാത്മ പകർച്ചയ്ക്ക് സമർപ്പിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നിടത്ത് പോകുവാൻ, കർത്താവ് പറയുന്നത് അനുഷ്ഠിപ്പാൻ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കാതെ ദൈവരാജ്യം വിളിച്ചു പറയുവാൻ വിശ്രമമില്ലാത്തൊരു സുവിശേഷ വേലയ്ക്കായി എത്ര പേരിന്ന് സമർപ്പിക്കുന്നു നല്ല നിയമിക്കുകയാണ്. എന്നോട് കർത്താവ് പറയാ, ഇഷ്ടമുണ്ടോ എന്നൊന്നും ചോദിക്കുകയല്ല. ഇതിനകത്ത് പ്രായമുള്ളവർ വരെ ഉണ്ട്. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 60ക്ക് എബോവ് വരെ ഉള്ളവരിൻ്റെ അകത്തുണ്ട്. സർവരോടും ക്രിസ്തുയേശുവിന്റെ സ്ഥാനാപതിയായി ഞാൻ പറയുന്നു, നിയമിക്കുന്നു, അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ആത്മാവ് ലഭിക്കുക കേട്ടോ.
നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടിയാൽ നിങ്ങളുടെ മുഖത്ത് എന്തൊരു സന്തോഷമായിരിക്കും. അതിലും വലിയൊരു ഉത്തരവാദിത്വം ആ കർത്താവിന് തരുന്നത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കി തകർന്നു പോയവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവരാജ്യം പറയുവാതെ സ്തോത്രം മറ്റുള്ളത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരെ ലജ്ജിപ്പിക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് വിശ്രമ ജീവിതം നയിക്കുന്ന സുഖജീവിതം നയിക്കുന്നവരെ ലജ്ജിപ്പിക്കുവാൻ കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തതുപോലെ ഇന്ന് രാത്രികാലം കർമ്മേലിൽ കടന്നു വന്ന 26 പേരെയും ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്നു. ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നത് കേട്ടുകൊള്ളുക. ആ 26 പേര് സ്തോത്രം, ആ 24 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങി വരാൻ പോകുക. 2023 സ്തോത്രം 23 സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത സന്തോഷം ആരംഭിക്കാൻ പോവാ കേട്ടോ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. പിന്നെയും അവരോട് പറയുക സ്തോത്രം, ഹല്ലേലൂയ. 21 വായിച്ചേ, 20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുകയും. ഓ എന്റെ ദൈവമേ സ്തോത്രം. നിയമിച്ചവര് എങ്ങനെയാ വന്നത്? സന്തോഷത്തോടെ മടങ്ങി വന്നവരോട് പറയുക, സന്തോഷത്തെ കെടുത്തിക്കളയുന്ന കാര്യമല്ല കർത്താവ് അവരോട് പറഞ്ഞത്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പില്ല. രാമേ പറഞ്ഞേ, കർത്താവ് ഒരു നിയമനം തന്നാൽ അവരുടെ മടങ്ങി വരവ് സന്തോഷത്തോടെ ആയിരിക്കും. കർത്താവ് പറഞ്ഞതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സന്തോഷത്തോടെ വന്ന് പറയുക, നിങ്ങളുടെ പേര് എവിടെ എഴുതിയിട്ടുണ്ട്? നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ. മനസ്സിലായോ? കഷ്ടം സഹിച്ച്, നഷ്ടം സഹിച്ച്, വെയിലും കൊണ്ട് സ്തോത്രം, അല്ലെ കുടിക്കാൻ വെള്ളം കിട്ടുമോ, പഴിയും കിട്ടി, ദുഷിയും കിട്ടി, എങ്കിലും കർത്താവ് പറഞ്ഞതെല്ലാം ശക്തിയോടെ ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം സംസാരിച്ച് സ്വർഗരാജ്യത്തിന്റെ വിളംബരം ചെയ്ത് വന്നവരോട് കർത്താവ് പറയുക, അവരെങ്ങനെ വന്നു? സന്തോഷത്തോടെ മടങ്ങി വന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടാം. കർത്താവിന്റെ വേല എങ്ങനെ ചെയ്യാവൂ? സന്തോഷത്തോടെ ചെയ്യാവൂ. സന്തോഷത്തോടെ ചെയ്തവരോട് പറയുക, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ. അവിടം കൊണ്ട് തീർന്നില്ല ജോൺസൺ ബ്രദറെ, അവിടം കൊണ്ട് തീർന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം തന്നെ 24 വായിച്ചേ. നിങ്ങൾ കാണുന്നതിനെ കാണാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കുവാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. സ്വർഗത്തിൽ പേരെഴുതി കഴിഞ്ഞാൽ സ്തോത്രം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും പറയാനല്ല ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ വന്നത്. പക്ഷെ കർത്താവ് എന്നെ ഇതിന്റെ അകത്ത് ഇന്ന് നിയോഗിച്ചത് വചനത്തിലെ ചില വെളിപ്പാടുകളെ പറയാനാകട്ടോ. കർത്താവ് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെന്തോ സംഭവിക്കുന്നത്? നിങ്ങൾ കാണുന്നതിനെ കാണാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല. ദൈവം നമ്മുടെ കർത്താവ് തമ്പുരാൻ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നത് എന്തിനാണെന്നറിയാമോ? രാജാക്കന്മാർക്ക് കാണാൻ പറ്റാത്തതിനെ കാണുവാൻ, രാജാക്കന്മാർക്ക് കേൾക്കാൻ പറ്റാത്തതിനെ കേൾക്കുവാൻ. എത്ര പേര് പ്രാപിക്കുന്നു? എത്ര പേര് ഈ നിയോഗം പ്രാപിക്കുന്നു? ഒരു വലിയൊരു അപ്പോയിന്റ്മെന്റ്, ഇതിന്റെ പേര് ഗ്രേറ്റ് കമ്മീഷൻ. കർത്താവ് അങ്ങ് നിയമിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളങ്ങ് പൊയ്ക്കോ, ഭൂതങ്ങളെ പുറത്താക്കിക്കോ, രോഗികളെ സൗഖ്യമാക്കിക്കോ, പട്ടണങ്ങളെ വിടിപ്പിക്കുക, എന്നെ കുറിച്ചുള്ള വാർത്ത പറയ, ദൈവരാജ്യത്തെ കുറിച്ചുള്ളത് പറയ. അവർ സന്തോഷത്തോടെ അങ്ങ് മടങ്ങി വന്നപ്പോൾ കർത്താവ് പറയാ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവ് പറയുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് വെട്ടിക്കളയുന്നവനല്ല. സ്തോത്രം. എന്നോട് കർത്താവ് പറയുന്നു, എത്ര പേരെന്നല്ല, ഈ 23 പേരോട്
കർത്താവ് പറയുന്നു, ഇന്ന് മുതൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് എഴുതേണ്ട ഇടത്ത് കർത്താവ് എഴുതി ചേർക്കും. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ എഴുതപ്പെട്ടാൽ നിങ്ങളുടെ പേര് കർത്താവിന്റെ കയ്യിൽ എത്തപ്പെട്ടാൽ, നിങ്ങളുടെ പേര് കർത്താവ് എഴുതിയാൽ, രാജാക്കന്മാർക്ക് കേൾക്കാൻ പറ്റാത്തത്, രാജാക്കന്മാർക്ക് കാണാൻ പറ്റാത്തത്, നിന്റെ അപ്പന് കാണാൻ പറ്റാത്തത്, നിന്റെ വീട്ടിലെ ആർക്കും കാണാൻ പറ്റാത്തത്, നിന്റെ വീട്ടിലെ ആർക്കും കേൾക്കാൻ പറ്റാത്തത്, ഇന്ന് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞുണ്ട്, ഇന്ന് പ്രാർത്ഥിച്ച ഒരു സഹോദരനുണ്ട്. സ്തോത്രം. എന്തിയെ? സ്തോത്രം. സ്തോത്രം. സനു കീച്ചെറിയലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ കുഞ്ഞ് നീ എവിടെ നിൽക്കുന്നു എന്ന് കർത്താവിനോട് പറയുന്നില്ല. കർത്താവ് പറയുന്നു, നിയമിച്ചിരിക്കുന്ന ഒരു ഗ്രേറ്റ് കമ്മീഷൻ. കർത്താവ് പറയുന്നത് ചെയ്യാൻ മോനെ നീ തയ്യാറാണോ? കർത്താവിന് വേണ്ടി ഓടാൻ തയ്യാറാണോ? ഓടുന്നവനാണെങ്കിൽ ഒന്നും കൂടി ശക്തിയോടെ ഓടുവാനും കർത്താവിന് വേണ്ടി സംസാരിപ്പാനും നീ തയ്യാറാണോ? കർത്താവിനോട് പറയുന്നു, നിന്റെ പേര് ചിലയിടത്ത് ഞാൻ എഴുതി ചേർക്കും. കുഞ്ഞു പോയോ? കാണുന്നില്ല. സ്വതന്ത്രം. നിന്റെ പേര് കർത്താവ് എഴുതി ചേർക്കും. ഭൂടാബാലാബാല. എന്തിനാ എഴുതി ചേർക്കുന്നത്? നിന്റെ വീട്ടുകാർക്ക് കാണാൻ പറ്റാത്തത്, നിന്റെ വീട്ടില് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ടാകാം, അവർക്ക് കാണാൻ പറ്റാത്തത്, അവർക്ക് കേൾക്കാൻ പറ്റാത്തത് കർത്താവ് നിന്നെ കേൾപ്പിക്കും, കർത്താവ് നിന്നെ കാണിപ്പിക്കും. നിന്റെ പേരെഴുതിയ ഒരു പുരസ്കാരം, നിന്റെ പേരെഴുതപ്പെട്ട ഒരു സ്ഥാനം, നിനക്ക് വേണ്ടി ഒരു മുറി, നിനക്ക് വേണ്ടി ഒരു ക്യാബിൻ കർത്താവ് ഈ ദിവസങ്ങൾ ഒരുക്കുകയാ. എന്നാൽ ഈ ദിവസം കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി നിൽക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഒരു റൂം, നിനക്ക് വേണ്ടി ഒരു യാത്ര, നിനക്ക് വേണ്ടി മാത്രം ഒരു യാത്ര ഒരുങ്ങി വരുന്നു. എല്ലാവരും കർത്താവിന്റെ കരങ്ങൾ കൊടുത്താട്ടെ. ഇന്ന് ദൈവം ശക്തമായി ഇടപെടുന്ന രാത്രിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് വേണ്ടി സംസാരിച്ചിട്ട്, കർത്താവിന് വേണ്ടി പാടിയിട്ട്, കർത്താവിന് കൊടുത്തിട്ട്, കർത്താവിന് വേണ്ടി സ്തോത്രം, സ്തോത്രം വചനം പറഞ്ഞിട്ട് സന്തോഷത്തോടെ ജീവിക്കുക, പരാതി ഇല്ലാതെ ജീവിക്കുക, പരിഭവം ഇല്ലാതെ ജീവിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി ഇറങ്ങിയിട്ട്, യേശുവിന് വേണ്ടി പാടിയിട്ട് സങ്കടത്തോടെ ഇരിക്കുന്നവരുണ്ട്. എന്താ എനിക്കിങ്ങനെ സംഭവിച്ചത്? ഇന്ന് പകൽ നിങ്ങളുടെ സങ്കടങ്ങളെ തുടച്ചു മാറ്റുകയാണ്, നിങ്ങളുടെ പരാതികളെ ഇറേസ് ചെയ്യുകയാണ്, നിങ്ങളുടെ പരിഭവങ്ങളെ മായ്ച്ചു കളയുന്നു, നിങ്ങളുടെ കണ്ണുനീര് മായ്ച്ചു കളയുന്നു. ഇന്ന് മുതൽ നിങ്ങൾ കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കും, ദൈവനാമത്തിന് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കും, ദൈവ വചനത്തിന് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കും. സന്തോഷത്തോടെ ജീവിക്കുന്നവരുടെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ സന്തോഷം ഞാൻ കൂട്ടാൻ പോവാം. സന്തോഷത്തോടെ വന്നവരോട് പറയുക, ഇനി ഒന്നുകൂടി സന്തോഷിച്ചോളാൻ. എന്നോട് കർത്താവ് പറയുന്നു, സ്തോത്രം, ദൈവവേല ചെയ്തിട്ട് കർത്താവിന് വേണ്ടി കർത്താവിനെ ആരാധിച്ചിട്ട് സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? കർത്താവ് പറയാ, സന്തോഷം വർദ്ധിപ്പിക്കാൻ പോവുക, സന്തോഷം വർദ്ധിക്കത്തക്ക രീതിയിൽ, ആനന്ദം വർദ്ധിക്കത്തക്ക രീതിയിൽ ചില ഇടപെടലുകൾ ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുക. അത് ചില ഓഫീസുകളിൽ ചെയ്യുന്നു, അത് ചില രാജ്യങ്ങളിൽ ചെയ്യുന്നു, അത് പഠന വിഷയത്തിൽ ചെയ്യുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഞാൻ ഇന്നും നിങ്ങളോട് വീണ്ടും ക്ഷമ ചോദിക്കുക കേട്ടോ. ലേവിയിലും കൊണ്ട് ഞാൻ നിർത്തുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ലേവിയുടെ വീട്ടിലും പരീക്ഷന്റെ വീട്ടിലും കൂടി പോകാമെന്നാ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നത്. പരിശുദ്ധാത്മാവ് നിർത്താൻ പറഞ്ഞാൽ നിർത്തിക്കോണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം ഹല്ലേലൂയ, സ്തോത്രം. എന്താ പറയുന്നേ? സ്തോത്രം. എന്റെ കയ്യിൽ AK-47 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വെടിവെക്കാൻ എനിക്ക് ഇഷ്ടം. സ്തോത്രം. പിന്നെ ഞാൻ നാടൻ തോക്കിലേക്ക് പോകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. AK-47 കിട്ടിക്കഴിഞ്ഞു. സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി പറയാം. ഞാൻ ഇതൊരു PMG ചർച്ചിൽ ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടായ്മയില് ഞാൻ ഇത് എന്നെ കൊണ്ട് കർത്താവ് ഇത് പറയിപ്പിച്ചിട്ടില്ല. സ്തോത്രം. ഇത് കർത്താവ് നിങ്ങളോട് പറയാൻ വേണ്ടി മാറ്റി വെച്ചതാ.
യേശുവിനെ വേണ്ടി സന്തോഷത്തോടാണോ പാടിയത്? സന്തോഷത്തോടാണോ രക്ഷിക്കപ്പെട്ടത്? ഇന്നും ആ രക്ഷയുടെ ജീവിതം സന്തോഷത്തോടാണോ നയിക്കുന്നത്? ആമേ സ്തോത്രം. അയ്യോ പെന്തക്കോസിലായി പോയല്ലോ എന്ന് പറഞ്ഞ സങ്കടത്തോടാണോ? അങ്ങ് സ്തോത്രം. അങ്ങനെയുള്ളവരോടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ ഹാപ്പിയാ. യേശുവിനെ കണ്ടെത്തി ഞാൻ സന്തോഷിക്കുന്നു. യേശുവിനെ ധരിക്കുവാൻ അയ്യോ എന്നാ ഒരു അമ്മാമ എന്നോട് പറയോ കുറെ നാൾ, അയ്യോ സ്നാനപ്പെടണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്നാനപ്പെട്ടതില് ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? രക്ഷിക്കപ്പെട്ടതിൽ ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? ആ ദുഃഖമെല്ലാം മാറ്റി വെച്ചേ. ആർക്കും ദുഃഖമില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. യേശുവിനെ അറിഞ്ഞതിൽ സന്തോഷം. ഹല്ലേലൂയ. വിശുദ്ധന്മാരെ അറിഞ്ഞതിൽ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ സ്തോത്രം. വചനം വായിക്കുവാൻ സന്തോഷം, പാടുവാൻ സന്തോഷം, ഉപവസിക്കുവാൻ സന്തോഷം. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സന്തോഷം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ, അയ്യോ സുവിശേഷ വേലയ്ക്കൊന്നും ഇറങ്ങണ്ടായിരുന്നുവെന്ന്. അയ്യോ ഇതുപോലെ സന്തോഷമുള്ള മറ്റൊന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ആമേ സ്തോത്രം. വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ എലിസബത്ത് രാജ്ഞിയുടെ അടുക്കൽ വന്നു. ക്യൂൻ എലിസബത്ത്, ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ അടുക്കൽ ആമേൻ കടന്നു വന്ന് പറയാം, ഞാൻ എന്റെ ജീവിതം വല്ലാത്ത കഷ്ടപ്പാടില്ല, എന്റെ ജീവിതം വല്ലാത്ത ദുരിതത്തില, ഞാൻ പട്ടിണിയിലൊക്കെ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊന്നും എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. അല്ലെ, എനിക്ക് ഈ കൊട്ടാരത്തിൽ ഒരു നല്ല ജോലി വേണം. ആ മനുഷ്യനോട് രാജ്ഞി ചോദിച്ചു, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു ഗോസ്പൽ ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. എന്നാൽ എനിക്ക് അതുപോലെ നഷ്ടങ്ങളെ ഉള്ളൂ. സ്തോത്രം. പ്രയാസങ്ങളെ ഉള്ളൂ. പ്രയാസം. എനിക്ക് മറ്റൊരു ജോലി വേണം. ആമേ സ്തോത്രം. എലിസബത്ത് രാജ്ഞി പറഞ്ഞത്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ജോലി സുവിശേഷകന്റെ ജോലിയാണ്. ഇച്ചിരി കണ്ണുനീരൊക്കെ കാണും, ഇച്ചിരി കഷ്ടതകളും പട്ടിണിയൊക്കെ കാണും, പക്ഷെ ഏറ്റവും നല്ല ജോലി സുവിശേഷീകരണമാണ്. സ്തോത്രം. സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന ചാപ്പൽ സർവീസിൽ ഉണ്ടായിരുന്ന പുരോഹിതനെ വിളിച്ച് ആ മനുഷ്യന് വേണ്ടുന്ന ഉപദേശങ്ങളും ആലോചനകളും എല്ലാം കൊടുത്ത് ധൈര്യപ്പെടുത്തി അയച്ചു. സ്തോത്രം. പിന്നെ ആ മനുഷ്യൻ കരയേണ്ടി വന്നിട്ടില്ല, പിന്നെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വേല ചെയ്തിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാൻ പോകുക. ഈ ഗ്രേറ്റ് കമ്മീഷൻ കരയുവാനുള്ളതല്ല. ഇന്നത്തെ ഈ നിയമനം കരയുവാനുള്ളതല്ല, ആമെ ദുഃഖിപ്പാനുള്ളതല്ല. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ചിലരോടൊക്കെ കഴിഞ്ഞ മീറ്റിംഗില് ദൈവത്തെ ആലോചന പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് ഞാൻ അറിയുന്നു. വീണ്ടും എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ വിഷയം, ആമെ സന്തോഷത്തോടെ വന്നവർ വീണ്ടും സന്തോഷിക്കുകയാ. അവരുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ എന്നോട് കർത്താവ് വീണ്ടും മോനെ സനുവിനോട്, മോനെ വീഡിയോ ഓൺ ആക്കണ്ട കേട്ടോ, വീഡിയോ ഓൺ ആക്കണ്ട മോനെ, ആയിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെ തന്നെ ഇരിക്കുക. കർത്താവിനോട് പറയുന്നു, നിന്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നു, നിന്റെ പേര് എഴുതിയിരിക്കുന്നു. ഈ സമയം ഓർത്തിട്ട് കൊള്ളുക. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയൊരു മുന്നേറ്റത്തിന്, ഒരു വലിയൊരു വളർച്ചയ്ക്ക്, ഒരു വലിയ വിശാലതയ്ക്ക് നിന്റെ പേര് എഴുതിയിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ ഭാഷയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുക. നിന്റെ ഭാഷ നൈപുണ്യത്തെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ആമിസ്തോത്രം. നിന്നെ ഒരു ട്രെയിനറായിട്ട് ആമിസ്തോത്രം നിന്നിൽ കൂടി നിന്നിൽ കൂടി ചിലര് അറിവ് സമ്പാദിച്ച് ആമേ സ്തോത്രം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ നിയമിക്കുന്നു. നീ ചിലരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നു. നിന്നേക്കാൾ പ്രായമുള്ളവരെ, നിന്നേക്കാൾ ഉയർന്നിരിക്കുന്നവരെ പഠിപ്പിച്ചെടുക്കുന്ന
ധൂലകാലക ശാരദ അനേകരെ ഒരുക്കിയെടുക്കുന്ന രാജ്യത്തിൽ നിന്നും രാജ്യങ്ങളിലേക്ക് സ്തോത്രം ഒരുക്കിയെടുക്കുന്ന സ്തോത്രം വ്യക്തികളെ ഒരുക്കിയെടുക്കുന്ന ഒരു ആത്മനിയോഗത്തിലേക്ക് ഇന്ന് നിന്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചിലര് കർത്താവ് ചിലരെ വിളിച്ചു, അവരെല്ലാം മാറിയപ്പോൾ അനന്തരം 70 പേരെ സ്തോത്രം ഗ്രേസിമാമേ സ്തോത്രം വേറെ കഴിവുള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല, വലിയ വലിയ സിസ്റ്റങ്ങളും വലിയ സംവിധാനങ്ങളും ഉള്ള സൂം മീറ്റിങ്ങുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, അവരെല്ലാം മാറി നിന്നിരിക്കുമ്പോഴാണ് കർത്താവ് കർമ്മേലിനെ തെരഞ്ഞെടുത്തത്. അനന്തരം 70 പേരെ, അനന്തരം കർമ്മേൽ സൂം മീറ്റിങ്ങിനെ, അനന്തരം കർമ്മേലിൽ കടന്നു വന്നവരെ കർത്താവ് നിയമിച്ചു. പ്രസിദ്ധന്മാർ കയറുന്ന സൂം മീറ്റിംഗ്, നമ്മുടെ സൂം മീറ്റിങ്ങിന് കയറുന്നവരെല്ലാം സാധാരണക്കാരാ, നിഷ്കളങ്കരാ കയറുന്നത്, വിശ്വസ്തന്മാരാ കയറുന്നത്. കർത്താവ് പറയുന്നത് അനന്തരം കർമ്മേലിൽ വരുന്നവരെ, അനന്തരം കർമ്മേലിലുള്ളവരെ കർത്താവ് നിയമിച്ചു. ഈ ദിവസം നമ്മൾ കേൾക്കാൻ പോകുക വൻ കാര്യങ്ങൾ, സ്തോത്രം, ശ്രേഷ്ഠ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിച്ചവർ പറയാൻ പോവുക, ഞാൻ ഇന്നടത്തായി, ഇന്ന ദേശത്ത് എത്തി, ഇന്ന കാര്യം കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് നമ്മൾ കേൾക്കാൻ പോവുക. അല്ലധനഘടകസ്യ ഇന്ന് 23 പേരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മറ്റാരും ഹാൻഡിൽ ചെയ്യാത്തത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. ആർഥമൗടി വിധിഗജനാഥ വൈശാംധനെ അൽഖരഗജലാജക സന്ധന വിധിഗജല ഹസ്തന ജഗശ്യാംധന ധൂഡാബാലവ ശംധനബര ഘാധന രഗനെ ഹംസനെ രഗൽ ഖനാധിയ ധുന റമാ ശമൽ ഖല വൈഷമന. എല്ലാവരും പ്രാർത്ഥിക്കണമേ. ഇന്ന് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിടുതൽ നടക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അർത്ഥാധാല ജൂഢാധാല ഷാരാധാല ധീരാധാല ഷാരാധാര ധാര ഖന ധന ശന ധന ഘടന അർത്ഥ സിയാന്ധനെ വൈശാര. സിന്ധുവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, നിന്റെ ജീവിതത്തിലെ കിന്നരമെടുക്കാൻ സമയമായി, നിന്റെ ജീവിതത്തിലെ കിന്നരമെടുക്കുവാൻ സമയമായി. ശൗലിന്റെ ദുരാത്മാവിനെ മാറ്റിയ കിന്നരം. സ്തോത്രം, ഹല്ലേലൂയ. ആടുകളെ മേയ്ക്കുന്ന സ്തോത്രം, ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ ആശ്വാസമാകുന്ന കിന്നരം. അപ്പനും അമ്മയും അവനെ മറന്നപ്പോൾ അവന്റെ ആശ്വാസം ആ കിന്നരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കോരഹപുത്രന്മാരും പറയുന്നു, ഞങ്ങൾ കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. എന്നാൽ നാളുകൾ മുന്നോട്ട് പോയപ്പോൾ സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഇങ്ങനെ പറയുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ് ജീസസ്, ആമേൻ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, ആമേൻ ആമേൻ ആമേൻ, സ്തോത്രം 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 സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. അവർ പ്രവാസത്തിൽ ഇരുന്നപ്പോൾ സിയോൻ ഗീതത്തിൽ ഒന്ന് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അലരി, ആമേൻ, അതെ, ആമേൻ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സിന്ധു ഏറ്റെടുക്കുക. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൽ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ട് പോയവർ സിയോൻ ഗീതങ്ങളെ ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെ ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുക കേട്ടോ, ആമേ, സിന്ധുവേ സ്തോത്രം, സിന്ധുവിനെ പീഡിപ്പിച്ചവർ ആമേ എന്തോ ചോദിക്കാൻ പോവുക, സന്തോഷം ചോദിക്കാൻ പോവുക. ആമേ, സ്തോത്രം, ഹല്ലേലൂയ, ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കർത്താവിന് വേണ്ടി ഒന്ന് പാടുവാൻ അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ട കിന്നരങ്ങളെ എടുത്ത് ആമേ, സ്തോത്രം, ചിലർ ആമേൻ ദേശത്തിന്റെ സന്തോഷത്തിന് അന്യദേശത്ത് കർത്താവിന് വേണ്ടി പാടുവാൻ ആധാരബലബലബ കർത്താവ് ഒരുക്കാൻ പോകുക. എന്നോട് ദൈവത്തിനാത്മ പറയുന്നു, ആമേൻ, കഷ്ടപ്പെടുത്തിയവര്, സിന്ധുവിനെ കണ്ണുനീര് കുടിപ്പിച്ചവര്, സിന്ധുവിനെ വ്യാകുലപ്പെടുത്തിയവർ ആമേ ഒരു സന്തോഷം ചോദിച്ചു, സന്തോഷം ചോദിക്കുന്നു. സിന്ധുവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? വീണ്ടും ചിലരുടെ സന്തോഷത്തിന് വേണ്ടി പാടുവാൻ
മറന്നു വെച്ച ആത്മീയ അനുഭവങ്ങളെ, മാറ്റിവെച്ച ആത്മീയ അനുഭവങ്ങളെ മടക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നു. അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട കിന്നരങ്ങളെ മടക്കിയെടുത്ത് ദേശത്തിന്റെ വിടുതലായി വീണ്ടും പാടട്ടെ. ആമേൻ. ഭവനക്കാരുടെ ആശ്വാസത്തിനായി പിന്നെയും പാടട്ടെ. ദുഃഖിക്കുന്നവരുടെ ആശ്വാസത്തിനായി പിന്നെയും പാടട്ടെ. അമ്പന മറന്നുപോയ പാട്ടുകളെ ഞാൻ വീണ്ടും പാടിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. മറന്നു വെച്ചതിനെ വീണ്ടും എടുപ്പിക്കാൻ പോവുകയാണ്. അതലഘടകസിഹ, നിന്നെ കൊണ്ട് ഞാൻ വൻകാര്യങ്ങളെ ചെയ്യിപ്പിക്കും. നിന്നെ കൊണ്ട് ഞാൻ ദുരാത്മാക്കളെ ശാസിപ്പിക്കും. നിന്നെ കൊണ്ട് ഞാൻ ആമേൻ ഇരുട്ടിന്റെ ശക്തികളെ നിന്നെ കൊണ്ട് ഞാൻ ശാസിപ്പിക്കും. എന്നോട് കർത്താവ് പറയുന്നു, ചെയ്തുകൊണ്ടിരുന്നത് സ്തോത്രം, ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്നെ കൊണ്ട് വീണ്ടും അത് ചെയ്യിപ്പിക്കും. അധരാജാപ ശ്രേഷ്ഠ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നു. ചിലർ ഈ ദിവസങ്ങളിൽ പുതിയ ഭാഷ പറയാൻ പോവാ. പുതിയ ഭാഷകൾ, അന്യഭാഷകളുടെ പുതിയ ലോകത്തിലേക്ക്, അന്യഭാഷകളുടെ മീൻസ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ ചിലർ നിങ്ങളോട് പറയും അത് എന്റെ വിഷയമാണെന്ന്. നിങ്ങൾ എന്റെ വിഷയമാ സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്തോത്രം. ഭാര്യാപര യോഹനച്ചാന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്പെയിനിലെ ലേഡി വന്ന് പറയുക, എന്റെ വീട്ടിലെ കാര്യമാങ്ങ് പറഞ്ഞത്. ഭാര്യാപര യോഹനച്ചാൻ കർത്താവിൽ വിശ്രമിക്കുന്നു. ബ്ലെസ് സിസ്റ്റർ അന്യഭാഷയുടെ ലോകത്തിലേക്ക് കർത്താവ് എടുത്തെറിയാൻ പോവാ. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ചില ഭവനങ്ങളുടെ കെട്ടുകളെ അഴിക്കുന്ന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു 2 മാസം മുൻപ് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്യഭാഷ ഞാൻ അങ്ങനെ പാട്ട് പാടുക. സ്തോത്രം. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സ്തോത്രം പ്രൈസ് ഗോഡ് മുസ്ലിം പറയുക, എന്റെ മോന്റെ കാര്യം എങ്ങനെ, ഹൗ യു നോ എന്റെ മോന്റെ കാര്യം, എന്റെ മോന്റെ കാര്യം എങ്ങനെ എനിക്ക് മനസ്സിലായി. സ്തോത്രം. പ്രൈസ് ഗോഡ്. അല്ല, ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് പറയും, നൗ വാട്ട് യു സെഡ് ഈസ് അബൌട്ട് മൈ സൺ. സ്തോത്രം. എന്റെ മോന്റെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ദിസ് ഈസ് മൈ ഹെവൻലി സോങ്. സ്തോത്രം. അത്രയൊക്കെ എനിക്ക് അവനോട് പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ സ്വകീയ പാട്ടാ പാടിയത്. സ്തോത്രം. ആമേ. സ്തോത്രം. ഇന്ന് കർത്താവിന് വേണ്ടി ഒന്ന് അന്യഭാഷയിൽ പാടാൻ തയ്യാറാണോ? അതിൽ ചിലർക്ക് മടിയാണ്. ബസ്സേ പോകുമ്പോഴൊക്കെ അന്യഭാഷ പറയുക. സ്തോത്രം, സ്തോത്രം. ഒരു അനുഭവം കൂടി ഞാൻ പറയാം. നാട്ടിൽ വസിച്ചിരുന്ന സമയത്ത് കൊട്ടാരക്കരയിൽ ശുശ്രൂഷിക്കുക. ഞാനും അവിടെയുള്ള ജീച്ചാൻ എന്ന് പറയുന്ന അങ്കിളും ഞങ്ങള് കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തിലേക്ക് ബസ്സിലേക്ക് യാത്ര ചെയ്യുക. ഓർഡിനറി ബസ്സിൽ, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയിൽ ഞങ്ങൾ കൊല്ലത്തേക്ക് പോവുകയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം എവിടെ യാത്ര ചെയ്താലും അന്യഭാഷ പറയും. ഞങ്ങൾ രണ്ടുപേരും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേർക്കും കിട്ടിയ ഒരേ സീറ്റാണ്. സ്തോത്രം. ഞങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം മുൻപിലിരുന്ന ആൾ ഇങ്ങോട്ട് പറയുക, എന്തിനാ എന്റെ മോളുടെ കാര്യം പറയുന്നത്, എന്തിനാ എന്റെ വീട്ടിലെ കാര്യം ഇവിടെ പൊതുവായി പറയുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ അന്യഭാഷ പറയുക. അപ്പൊ നിങ്ങൾ അന്യഭാഷയോ നിങ്ങൾ മറുഭാഷയോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ വീട്ടിലെ കാര്യം പറയരുത്. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ വിടുമോ? അല്ലെങ്കിൽ ഞങ്ങൾ എന്തോ വിഷയം, ഞങ്ങൾ പാസ്റ്റർമാരാ, ഞങ്ങൾ ദൈവമക്കളാ, എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വിഷയമുണ്ട്, ഇത്രയും ഞങ്ങൾ പറയുള്ളൂ. നിങ്ങൾ ഇറങ്ങുന്നിടത്ത് ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾക്ക് കൊല്ലത്താ പോകേണ്ടത്. അദ്ദേഹത്തിന്റെ ഇടയ്ക്കുള്ള കുണ്ട്രയ്ക്ക് ഇടയ്ക്കുള്ള സ്ഥലത്താണ് അദ്ദേഹം ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ഇറങ്ങി. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ ചെന്നു. ആ ഭവനം കർത്താവിനാൽ വിടുവിക്കപ്പെട്ടു. സ്തോത്രം. ആമേ. സ്തോത്രം. ബസ് യാത്ര ചെയ്യുമ്പം ഇതെന്തൊരു വിടിയിലാണ്, ഇങ്ങനെയാണ് അവിടെ വണ്ടി ഓടിക്കുന്നത് എന്നൊന്നും ചോദിക്കാതെ സ്തോത്രം അന്യഭാഷയിൽ സംസാരിക്കുക. സ്തോത്രം. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പിണറായി പോയതും പിണറായി വണ്ടി വാങ്ങിച്ചതും പിണറായി ഹെലികോപ്റ്ററിൽ പോയതും ഒന്നും പറയാതെ, വെള്ളപ്പൊക്കത്തിന്റെ കാര്യവും കോവിഡിന്റെ കാര്യവും പറയാതെ ദൈവത്തിന്റെ ഭാഷ പറയുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാവിലെ നടക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ കടിക്കാൻ വരുന്ന പട്ടിയുടെ കാര്യവും പന്നിയുടെ കാര്യവും പറയാതെ അന്യഭാഷയിൽ പറയുക. അന്യഭാഷ പറഞ്ഞ് നടക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഓഫീസിൽ ജോലി ചെയ്യുന്നവർ
ഹല്ലേലൂയ. ഇത്ര നാളായിട്ട് ജോലി ചെയ്തിട്ട് ശമ്പളം കൂട്ടിത്തരുന്നില്ല. അതൊക്കെ വീട്ടിൽ വന്ന് പറ. പ്രൈസ് ലോർഡ്, സ്തോത്രം. അവിടെ ഇരിക്കുമ്പോൾ സാവധാനമായി അന്യഭാഷയിൽ സംസാരിക്കുക. കർത്താവിനോട് പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുക. ചില ക്യാബിനുകളെ, ചില ഓഫീസ് റൂമുകളെ, ചില ഓഫീസ് അനുഭവങ്ങളെ കർത്താവ് ഹീലിംഗ് സെന്റർ ആക്കി മാറ്റാൻ പോവാ. നിന്റെ ഓഫീസ് ടൈമുകളെ, നിന്റെ ഓഫീസ് വർക്കുകളെ ദൈവം ഹീലിംഗ് സെന്റർ ആക്കി മാറ്റാൻ പോകുകയാകുന്നു. എല്ലാരും കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം, സ്തോത്രം. മുൻപ് ആലോചന കിട്ടാത്തവരോട് കർത്താവ് ആലോചന അറിയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. സ്തോത്രം. ജെഫിനോട് ആലോചന അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും കർത്താവ് ആലോചന അറിയിച്ചിട്ടുണ്ട്. പ്രൈസലോ ഷയ. കർത്താവ് അതൊക്കെ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ പറയുക. ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ. കേൾക്കാമോ പാസ്റ്റർ? നാളെ അവര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിന്റെ കാര്യത്തിന്. ഞാൻ ആലീസാണ്. മനസ്സിലായ മാമേ? ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പനിയായി. 3 പേര് കൂടിയായി ഈ സ്ഥലം എടുക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ദിവസം വരും. ഒന്നല്ലേ അകന്ന് ബന്ധു മരിക്കുന്നു, അല്ലെ പനി വരുന്നു, വലിയ കാലാവസ്ഥ പ്രതികൂലമാകുന്നു. നാളെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് യേശുവേ നന്മ ചെയ്തിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന എല്ലാ മുള്ളുപോലെ നിൽക്കുന്ന വ്യക്തികളെ, മുള്ളുപോലെ നിൽക്കുന്ന അനുഭവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ തുടച്ചു മാറ്റുന്നു. അവിടെ നിന്ന് പിഴുതുകളയുകയാണ്. വിടുതൽ നടന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പറഞ്ഞു വേണ്ടി അടുത്തത് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ബ്ലെസ്സിക്ക് വല്ല വിഷയം ഉണ്ടേ പറഞ്ഞു. ലൈവ് ആയോണ്ടായി ഞാൻ പറഞ്ഞു. സിജോ ലൈവ് ഒന്ന് കട്ട് ചെയ്തേടാ അച്ഛേ.